വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു നിരഞ്ജൻ. അവൻ ഓഫീസിന് പുറത്തിരുന്നു. അവൻ അറിയാതെ തന്നെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി തുടങ്ങി. എത്ര ആലോചിച്ചിട്ടും അവന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുവഴി പാസ് ചെയ്ത് പോകുന്നവരൊക്കെ നിരഞ്ജനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിരഞ്ജൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആര്യൻസിലെ തൻ്റെ ബാക്കിയുള്ള ഏജന്റുമാരെയൊക്കെ വിളിച്ചു നോക്കി. പക്ഷേ ഒരാളെപ്പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നിരഞ്ജൻ ആകെ തകർന്നു. അവൻ ആകെ തളർന്നിരുന്നു. ആരൊക്കെയോ ഇതിനു പിന്നിൽ അറിഞ്ഞു കളിക്കുന്നുണ്ടെന്ന് നിരഞ്ജന് മനസ്സിലായി. ആ സമയത്താണ് തന്നെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നിരഞ്ജൻ കണ്ടത്. നിരഞ്ജൻ തന്നെ കണ്ടു എന്നറിഞ്ഞതും പെട്ടെന്ന് അയാൾ തൻ്റെ പിറകിൽ നിന്ന് ഒരു തോക്കെടുത്ത് അവന് നേരെ വെടിയുതിർത്തു. നിരഞ്ജനെ തൊട്ടില്ല എന്ന മട്ടിലാണ് ബുള്ളറ്റ് കടന്നുപോയത്. ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും നിരഞ്ജൻ നിവർന്നു നിന്നു. തൻ്റെ ലക്ഷ്യം പാളിപ്പോയതോടെ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. നിരഞ്ജൻ അയാളുടെ പിറകെ തന്നെ ഓടി. എന്നാൽ ഒരു സ്ട്രീറ്റിലേക്ക് കയറിയ ആ ക്രിമിനലിനെ അവിടെ വെച്ച് അവന് മിസ്സായിപ്പോയി. നിരഞ്ജൻ കിതപ്പോടെ അവിടെ കണ്ട ഒരു ചായക്കടയിലെ ബെഞ്ചിലേക്കിരുന്നു. അപർണയെ തട്ടിക്കൊണ്ടുപോയവരാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു നിരഞ്ജന്റെ ചിന്ത. അപർണയെ തട്ടിക്കൊണ്ടുപോയത് ഇവരാണെങ്കിൽ അവർ തന്നെയല്ലേ എന്നോട് ദുർഗയെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അവരെന്നെ കൊല്ലാൻ ആളുവിടും. നിരഞ്ജൻ അങ്ങനെ ചിന്തകളിൽ പെട്ടിരിക്കുമ്പോഴാണ് അല്പം മാറിയുള്ള ഒരു ചെറിയ കുടിലിലിരിക്കുന്ന കാലില്ലാത്ത ഒരു പിച്ചക്കാരൻ അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അയാൾ തൻ്റെ വസ്ത്രം മാറുകയാണ്. അപ്പോഴാണ് നിരഞ്ജൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അയാൾ തൻ്റെ കാലുകൾ ഒരു കയറ് വെച്ച് ബന്ധിച്ചാണ് പാൻ്റ് ഇട്ടിരിക്കുന്നത്. ശരിക്കും അയാളുടെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അയാൾ എഴുന്നേറ്റ് തൻ്റെ മേക്കപ്പ് എല്ലാം തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. പിച്ചക്കാരനെ പോലെയുള്ള അവൻ്റെ ആ വേഷം കണ്ടപ്പോഴാണ് നിരഞ്ജൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തെളിഞ്ഞത്. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ ഫോൺ എടുത്തു. ഉടനെ തന്നെ ഒരു നല്ല മേക്കപ്പ് വിദഗ്ധനെ കണ്ടെത്തുകയാണെങ്കിൽ തൻ്റെ പ്ലാൻ വിജയിക്കുമെന്ന് തന്നെ അവൻ ആവേശത്തോടെ ചിന്തിച്ചു. നിരഞ്ജൻ ഉടനെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി തിരയാൻ തുടങ്ങി. കുറച്ചുനേരം സെർച്ച് ചെയ്തപ്പോൾ മുൻപ് ബി ഗ്രേഡ് സിനിമകൾക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് ബോറടിച്ച ഒരു പഴയ ആർട്ടിസ്റ്റിനെ കിട്ടി. അയാളുടെ അഡ്രസ് തപ്പിയെടുത്ത് അപ്പോൾ തന്നെ അയാളെ തിരഞ്ഞിറങ്ങുകയും ചെയ്തു. ആ വിലാസത്തിലെത്തിയപ്പോൾ ഒരു ചെറിയ സലൂൺ കണ്ടു. അതിൻ്റെ മുകളിലുള്ള ബോർഡിൽ ദി ലെജൻഡ് അഞ്ചുരുളി പ്രകാശൻ എന്നൊരു ബോർഡ് കണ്ടു. അതിന് താഴെയായി ഏത് ജോലിയും ഏറ്റെടുത്ത് നിമിഷ നേരം കൊണ്ട് തീർക്കും എന്നൊരു ടാഗ് ലൈനുമുണ്ട്. നിരഞ്ജന് ആ അവസ്ഥയിലും തമാശ തോന്നിപ്പോയി. അകത്തേക്ക് ചെന്നപ്പോൾ ഒരു കസേരയിലായി ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അയാളുടെ വസ്ത്രങ്ങൾ വളരെ വിചിത്രമായിരുന്നു. നീട്ടി വളർത്തിയ മുടിയിൽ പലതരം കളറുകൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അയാൾ ഒരു കലാകാരനാണെന്ന് നിരഞ്ജന് മനസ്സിലായി. നിരഞ്ജനെ കണ്ടപ്പോൾ പ്രകാശൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒരു ചിരി ചിരിച്ചു. ഹലോ സർ, ഞാനാണ് അഞ്ചുരുളി പ്രകാശൻ, ദി ലെജൻഡ്. ഈ കട്ടപ്പനയിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റും ഞാൻ തന്നെ. എനിക്കിഷ്ടമല്ല എന്നെ പൊക്കി പറയുന്നത്, എന്നാലും ഇരിക്കട്ടെ. നിരഞ്ജൻ ഒരു ചിരിയോടെ സ്വയം പരിചയപ്പെടുത്തി. അവൻ്റെ കണ്ണുകൾ സലൂണിലെ ചുവരുകളിലേക്ക് പോയി. അവിടെ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ് തുടങ്ങി മിക്ക നടന്മാരുടെയും പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പ്രകാശനും നിരഞ്ജനെ നിരീക്ഷിക്കുകയാണ്. തൻ്റെ സലൂണിൻ്റെ അവസ്ഥ കണ്ട സ്ഥിതിക്ക് നിരഞ്ജൻ കണ്ടം വഴി ഓടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രകാശൻ പെട്ടെന്ന് തന്നെ സംസാരിച്ചു തുടങ്ങി. സാറേ, ഈ സലൂൺ കണ്ടിട്ട് എൻ്റെ കഴിവുകളെ വിലയിരുത്തരുത്. സാർ എന്ത് പണി വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വെടിപ്പായിട്ട് ചെയ്തു തരും. അതെൻ്റെ വാക്കാ. നിരഞ്ജന്റെ മുന്നിൽ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ നീക്കവും പെട്ടെന്നായിരുന്നു. ഞാൻ തരുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രകാശ. പ്രകാശൻ ആത്മവിശ്വാസത്തോടെ നിരഞ്ജനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി. അത് സാറിന് എന്നെപ്പറ്റി അറിയാഞ്ഞിട്ടാന്നേ. ഏത് ജോലിയും നിമിഷ നേരം കൊണ്ട് ഈ പ്രകാശം ചെയ്ത് തീർത്തിരിക്കും. സാർ ഈ നാട്ടുകാരനല്ലല്ലേ, ചുമ്മാതല്ല എന്നെപ്പറ്റി അറിയാത്ത. എത്രയോ സിനിമകളിൽ ഈ പ്രകാശൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അല്ല, അർജുൻ വരെ എൻ്റെ ക്ലയൻ്റ് ആണെന്നേ. നിരഞ്ജൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. അല്ല ചേട്ടാ, പിന്നെ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? വല്ല കൊച്ചിക്കോ മുംബൈക്കോ പോയിക്കൂടെ? അത് കേട്ടപ്പോൾ പ്രകാശൻ്റെ മുഖത്ത് ഒരു നിരാശ തെളിഞ്ഞു. എന്ത് ചെയ്യാനാ സാറ്, ഓരോ സമയത്തെ ചിന്തകളല്ലേ. ഒരു തെറ്റായ തീരുമാനം എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഒന്ന് ഹീറോ ആവാൻ ഇറങ്ങിയതാ, പക്ഷെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ആ പടം മുടങ്ങിപ്പോയി. നിരഞ്ജന് അയാളുടെ കാര്യമോർത്ത് വിഷമം തോന്നി. ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? പിന്നില്ലാതെ. കൊച്ചിയിലും മുംബൈയിലും ഒന്നും പ്രതിഭകളെ അംഗീകരിക്കത്തില്ല സാറേ. ഞങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ. എന്തൊക്കെ പണിയാ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതെന്ന് അറിയാവോ? പക്ഷെ സാറേ, അവസരം കിട്ടിയ ഹോളിവുഡ് ലെവൽ മേക്കപ്പ് ഈ പ്രകാശം ചെയ്യും. സാറിന് എന്തുവാ വേണ്ടേ? പ്രകാശൻ പറയുന്നത് കേട്ടപ്പോൾ നിരഞ്ജൻ ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു.
പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ വാച്ചിൽ പതിഞ്ഞത്. എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. ആളെ കണ്ടാൽ വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണെന്ന് തോന്നണം. നല്ല ഒറിജിനാലിറ്റി വേണം. പ്രകാശൻ ഇത്രയേ ഉള്ളൂ എന്ന ഭാവത്തിലൊന്ന് ചിരിച്ചു. ദേ കിടക്കണ്. ഇതിനൊക്കെ എനിക്ക് നിസാരം മിനിറ്റുകൾ മതി. എത്ര തവണ ഈ പ്രകാശൻ ചെയ്തിട്ടുള്ളതാണെന്നറിയോ? ചെയ്ത നടൻ്റെ അഭിനയം കണ്ടതിനേക്കാൾ എൻ്റെ മേക്കപ്പ് കണ്ടിട്ടാണ് ആളുകൾ കരഞ്ഞത്. അറിയാവോ സാറേ? നിരഞ്ജൻ അപ്പോഴും പ്രകാശൻ്റെ കാര്യത്തിൽ അത്ര വിശ്വാസം വരുന്നില്ല. സമയക്കുറവ് കാരണമാണ് ഇപ്പോൾ ഇയാളുടെ അടുത്തേക്ക് വന്നത് തന്നെ. നിരഞ്ജൻ്റെ ആലോചന കണ്ടപ്പോൾ പ്രകാശൻ ഇടപെട്ടു. ഷോർട്ട് ഫിലിമോ മറ്റോ ആണെങ്കിൽ അയാളുടെ ഫീസിന് മാറ്റമുണ്ടെന്ന് അയാൾ പറഞ്ഞെങ്കിലും അതൊന്നും നിരഞ്ജന് പ്രശ്നമല്ലായിരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ച പ്രകാശനോട് നിരഞ്ജൻ തൻ്റെ പ്ലാൻ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രകാശൻ ആകെ പേടിച്ചുപോയി. അയാൾക്ക് അത് ഏറ്റെടുത്ത് നടത്താനുള്ള ധൈര്യമില്ലാതെയായി. പോരാത്തതിന് കടത്തിൽ മുങ്ങിയ അവസ്ഥയിൽ. എന്തേലും പാളിച്ച പറ്റിയാൽ അതോടെ എല്ലാം തീരുമെന്ന് അയാൾ ഭയന്നു. നിരഞ്ജൻ അയാൾക്ക് കൂടുതൽ പണം ഓഫർ ചെയ്തു. ഒപ്പം അയാളെ പുതിയ സലൂൺ എന്ന മോഹത്തിൽ കെട്ടിയിടാനും ശ്രമം നടത്തി. പ്രകാശൻ ആകെ സംഘർഷാവസ്ഥയിലെ. അവസാനം പണം എന്ന വാഗ്ദാനത്തിൽ പ്രകാശന്റെ ഉള്ളിലെ അത്യാഗ്രഹി ഉണർന്നു. നിരഞ്ജനെ എങ്ങനെ മുതലെടുക്കാമെന്നായി അടുത്ത ചിന്ത. നിരഞ്ജനാണെങ്കിൽ ഇയാൾ നിരസിച്ചാൽ എന്തു ചെയ്യുമെന്ന ടെൻഷനിലും. സാറേ, എൻ്റെ പടം സാറിന് റീലോഞ്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. പ്രകാശന്റെ ഡിമാൻഡ് കേട്ട് നിരഞ്ജന് ദേഷ്യവും ചിരിയും വന്നുപോയി. അവസാനം അവൻ അയാളുടെ ആ നിബന്ധന അംഗീകരിച്ചു. തുടർന്നുള്ള എല്ലാ പ്ലാനുകളും അവൻ പ്രകാശന് വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നത്. അവൻ അത് പ്ലേ ചെയ്തു. The countdown starts now. നിരഞ്ജൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. അവൻ നേരെ സലൂണിൽ നിന്നിറങ്ങി ടൗണിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്നും അനസ്തെറ്റിക് ഉണ്ടാക്കാനുള്ള 3-4 കോമ്പിനേഷൻ മെഡിസിൻസ് വാങ്ങി. മുൻപ് തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി അവൻ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. മരുന്നും വാങ്ങി അവൻ നേരെ ചെന്നത് നെടുമ്പള്ളിൽ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ ജോലി ചെയ്യുകയായിരുന്ന നിഷയെയും ടീനയെയും കണ്ടുപിടിച്ചു. അവൻ വാതിലിൻ്റെ പുറത്തു നിന്നു. എന്തെങ്കിലും ചെയ്ത് ഫ്ലാറ്റിൻ്റെ താക്കോൽ സ്വന്തമാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ദുർഗ ടീനയുടെ കയ്യിൽ ഫ്ലാറ്റിൻ്റെ താക്കോൽ കൊടുക്കുന്നത് അവൻ കണ്ടിരുന്നു. താക്കോലില്ലാതെ അകത്ത് കടന്നാൽ അത് ചിലപ്പോൾ ദുർഗയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഫ്ലാറ്റിൽ സെൻസറുകൾ പിടിപ്പിച്ചത് അവനും കണ്ടിരുന്നു. നിരഞ്ജന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അവൻ നേരെ അവരുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. അവനെ കണ്ടതും പെൺകുട്ടികളൊന്നും ഞെട്ടി. നിരഞ്ജന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? എന്തായി? കഴിഞ്ഞു. നാളെ ജോയിൻ ചെയ്യണം. അവർ അവനെ അഭിനന്ദിച്ചു. എത്രയും വേഗം ഫ്ലാറ്റിലേക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ നിരഞ്ജന്. എന്നാലേ അവന് ബാക്കി പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. പെട്ടെന്നാണ് നിരഞ്ജൻ തല കറങ്ങി നിലത്തേക്ക് വീണത്. നിഷയും ടീനയും പരിഭ്രമത്തോടെ ഓടിച്ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖത്ത് വെള്ളം തളിക്കാൻ തുടങ്ങി. അവൻ പതിയെ കണ്ണു തുറന്നപ്പോൾ അവനെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുകയും ചെയ്തു. എടോ, താൻ ഓക്കെ ആണോ? അറിയില്ല, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുക. തലയൊക്കെ ചുറ്റുന്നു. ഡോക്ടറെ വിളിക്കട്ടെ ഞാൻ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഫ്ലാറ്റിൽ പോയി റെസ്റ്റ് എടുത്തോളാം. കീ ആരുടെ കയ്യില്ല? എന്തേലുണ്ട്. എന്തേലും ആവശ്യമുണ്ടെ വിളിക്കാൻ മറക്കരുത്. ഞങ്ങള് പെട്ടെന്ന് വന്നേക്കാം. ടീന അതും പറഞ്ഞ് തൻ്റെ ബാഗിൽ നിന്ന് കീ എടുത്തു കൊടുത്തു. നിരഞ്ജൻ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ എത്തി ആദ്യം ചെയ്തത് ആ മെഡിസിൻ വെച്ച് അനസ്തെറ്റിക് ഉണ്ടാക്കുക എന്നതായിരുന്നു. അതിനുശേഷം അടുക്കളയിൽ കയറി ഡിന്നർ കുക്ക് ചെയ്തു തുടങ്ങി. അവർ മൂവരും വന്നപ്പോഴേക്കും അവൻ ഡിന്നർ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ആ ഭക്ഷണത്തിന്റെ മണം അവരെ ആകർഷിച്ചു. ദുർഗ ആശ്ചര്യത്തോടെ അവനെ നോക്കി. നീയാണോ ഡിന്നർ ഉണ്ടാക്കിയത്? വാചകം മാത്രമല്ല മാഡം, പാചകവും അടിയന് വഴങ്ങും. നിങ്ങൾ കാരണമല്ലേ എനിക്കിന്ന് ജോലി കിട്ടിയ. അതിനുള്ളൊരു നന്ദി പ്രകടനമായിട്ട് കണക്കാക്കിയാൽ മതി ഇത്. നിരഞ്ജനുണ്ടാക്കിയ ബിരിയാണിയൊക്കെ കണ്ട് ദുർഗ ഞെട്ടി. എന്നാൽ തളർന്നു വന്ന ആളെങ്ങനെ അടുക്കളയിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കി എന്നൊരു സംശയത്തിലായിരുന്നു ടീനയും നിഷയും. ഫ്രഷായ ശേഷം 4 പേരും കഴിക്കാനിരുന്നു. മരുന്ന് കലർന്ന ബിരിയാണി അവൻ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. എന്നിട്ട് 2 ചപ്പാത്തിയും കറിയും എടുത്ത് അവനും ഇരുന്നു. ദുർഗയ്ക്ക് അത് കണ്ടപ്പോൾ കൗതുകം തോന്നി. നീ എന്താ ചപ്പാത്തി കഴിക്കുന്നത്? രാവിലെ തൊട്ട് സുഖമില്ലാതിരിക്കുക, അതാ ലൈറ്റ് ഫുഡാക്കി. ബിരിയാണി നിങ്ങൾക്കുള്ളതാ. അപ്പോ കാലനൊരു ലോലനാണ്. അതേതായാലും കൊള്ളാം. ദുർഗ പറഞ്ഞത് കേട്ടപ്പോൾ നിരഞ്ജൻ ചിരിച്ചു. ഡിന്നർ കഴിഞ്ഞ് 3 പേരും കിടക്കാനായി പോയി. 3 പേരും അബോധാവസ്ഥയിലേക്ക് മാറാനായി നിരഞ്ജനും ഫ്ളാറ്റിനു വെളിയിൽ പ്രകാശനും കാത്തിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3 പേരും അബോധാവസ്ഥയിലായിരുന്നു.
പ്രകാശനെ നിരഞ്ജൻ തന്നെ വിളിച്ച് അകത്തേക്ക് വരാൻ പറഞ്ഞു. അയാളുടെ കയ്യിലെ പഴയ ബാഗ് കണ്ട് നിരഞ്ജൻ ചോദിച്ചപ്പോൾ അത് തൻ്റെ കാമുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. പ്രകാശൻ ദുർഗയുടെ മുഖത്ത് മേക്കപ്പ് ചെയ്തു തുടങ്ങി. നിരഞ്ജൻ ഈ സമയം നോക്കി മുറിയിലെ സാധനങ്ങൾ വിതറിയിടാൻ തുടങ്ങി. പെട്ടെന്നാണ് പ്രകാശൻ മുഖമുയർത്തിയത്. സാറേ, ഒരബദ്ധം പറ്റി. സാർ എന്നോട് ചൂടാവരുത്. എന്താടോ? അത് പിന്നെ ഈ ബ്ലഡിൻ്റെ കളർ കൊണ്ടുവരാൻ മറന്നുപോയി. നിരഞ്ജന് നല്ല ദേഷ്യം വന്നിരുന്നു. അവൻ തലയിൽ കൈവച്ചു. താൻ ഒറ്റൊരാൾ കാരണം എല്ലാ പ്ലാനും പൊളിയും. നന്നായിട്ടുണ്ടെന്തായാലും. പ്രകാശൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. സാറ് ദേഷ്യപ്പെടാതെ, വിശ്വസിക്ക്, അടുക്കള എവിടെയാ? നിരഞ്ജൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ നിന്നപ്പോൾ പ്രകാശൻ അവന് ധൈര്യം കൊടുത്തു. നിരഞ്ജൻ അടുക്കള പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ അവിടെ ചെന്ന് തൻ്റെ ജോലി ആരംഭിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ അയാൾ അടുക്കളയിൽ നിന്ന് ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയുമായി മുറിയിലേക്ക് വന്നു. അത് കണ്ട നിരഞ്ജൻ നിരാശനായി. താൻ എന്തൊരു മനുഷ്യനാടോ! ഇതുകൊണ്ട് താൻ എങ്ങനെ ബ്ലഡ് ഉണ്ടാക്കുന്ന? തൻ്റെ ബി ഗ്രേഡ് പടത്തിൻ്റെ ഷൂട്ടല്ല നടക്കുന്നത്. പ്രകാശൻ ഒന്ന് ചിരിച്ചു. ഇതാണ് നിങ്ങൾ ഈ വിദേശികളുടെ പ്രശ്നം. ഞങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല. സാറ് മിണ്ടാതിരുന്ന് ഈ പ്രകാശൻ്റെ മാജിക് കണ്ടോ? പ്രകാശൻ പറയുന്നത് കേട്ട നിരഞ്ജൻ അല്പനേരം നിശബ്ദനായിരുന്നു. പ്രകാശൻ സോസിൻ്റെ കൂടെ മറ്റെന്തൊക്കെയോ ചേർത്ത് പെട്ടെന്ന് തന്നെ ബ്ലഡ് തയ്യാറാക്കിയെടുത്തു. ഈ സമയമെല്ലാം ദുർഗ ഒരു ജീവനുള്ള ശവം പോലെ നിലത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് പ്രകാശൻ ഒരു ചോദ്യം ചോദിച്ച് അവൻ്റെ ചിന്തകൾ തടസ്സപ്പെടുത്തിയത്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വെടിയുണ്ട ഏതാ? കട്ട, AK, സതലീഷ് അതോ ദുനാലിയാണോ? പ്രകാശൻ പറയുന്നത് കേട്ട നിരഞ്ജൻ വാ പൊളിച്ച് നിന്നുപോയി. താൻ വിചാരിച്ചതുപോലെ ഒരു മണ്ടനല്ല പ്രകാശനെന്ന് നിരഞ്ജന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണെടുത്ത് ഒരു ഫോട്ടോ പ്രകാശന് കാണിച്ചു കൊടുത്തു. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനിടയിൽ പ്രകാശൻ തൻ്റെ കഴിവ് തെളിയിച്ചു. ദുർഗയെ നോക്കിയ നിരഞ്ജന് അയാളുടെ ജോലിയെപ്പറ്റി ഒന്നും പറയാനില്ലായിരുന്നു. അവൻ പ്രകാശനെ മനസ്സ് നിറഞ്ഞു തന്നെ അഭിനന്ദിച്ചു. പ്രകാശൻ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒരുത്തനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സാറേ. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രകാശൻ ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആക്കിയിട്ടേ അടങ്ങുമെന്ന്. പ്രകാശൻ്റെ വർക്കിന് നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. നിരഞ്ജൻ ദുർഗയുടെ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം രണ്ടുപേരും അവരവരുടെ ജോലിയിൽ മുഴുകി. നിരഞ്ജൻ ആ മുറി പഴയതുപോലെ തന്നെ അടുക്കി പെറുക്കി വെച്ചു. ആ സമയത്ത് പ്രകാശൻ ദുർഗയുടെ മുഖത്തെ മേക്കപ്പൊക്കെ നീക്കം ചെയ്തു. പ്രകാശൻ അവിടെ നിന്നും പോകുമ്പോൾ പാതിരാത്രി ആയിരുന്നു. നിരഞ്ജൻ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോസ് എല്ലാം അവനെ നേരത്തെ കോണ്ടാക്ട് ചെയ്ത നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അപർണയുടെ വിളിയും കാത്തിരുന്നു. അപ്പോഴേക്കും അപർണയെ വിട്ടയച്ചു എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിരുന്നു. നിരഞ്ജൻ ആശ്വാസമായി. പക്ഷേ അപർണയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ എടുത്തില്ല. പലതവണ വിളിച്ചിട്ടും പ്രതികരണമില്ലാതെ ആയപ്പോൾ അവനൊന്ന് ഭയന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിരഞ്ജന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇനി അവരെന്നെ ചീറ്റ് ചെയ്തതായിരിക്കോ? അപർണ, അവളുടെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണോ? അതിപ്പോൾ എങ്ങനെ അറിയും? ഇല്ല, എന്നെ പൊട്ടനാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അപർണയെപ്പറ്റി ആലോചിക്കുന്നതിനിടയിൽ നിരഞ്ജന്റെ കണ്ണുകൾ നിറഞ്ഞു. നിഷയുടെ ബഹളം കേട്ടാണ് നിരഞ്ജൻ രാവിലെ ഉറക്കമുണർന്നത്. സോഫയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അവൻ കണ്ടത് അടുക്കളയിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടിവരുന്ന നിഷയെയാണ്. നിരഞ്ജൻ ഒന്നും മനസ്സിലാകാതെ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും ടീനയും ദുർഗയും ഹാളിലേക്ക് വന്നു. എന്തിനാ നീ ഇങ്ങനെ അലറി വിളിക്കുന്നേ? എന്തു പറ്റി? നിഷ പേടിയോടെ അടുക്കളയിലേക്ക് വിരൽ ചൂണ്ടി. നിരഞ്ജൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് അവന് കാര്യം എന്താണെന്ന് മനസ്സിലായത്. പ്രകാശൻ അവിടെ ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട നിരഞ്ജൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. എല്ലാം കയ്യിൽ നിന്ന് പോകാൻ പോകുന്നു എന്നവന് മനസ്സിലായി. നിരഞ്ജൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ എല്ലാവരും അടുക്കളയിലേക്ക് വന്നു. ദുർഗ അവനെ കണ്ടതും ഞെട്ടി. ഇവനേതാ? കള്ളനാണെന്ന് തോന്നുന്നു. വേഗം പോലീസിനെ വിളിക്ക് നിഷേ. നിരഞ്ജൻ മടിച്ചു മുന്നോട്ട് വന്നു. ഏയ്, പോലീസിനെ വിളിക്കൊന്നും വേണ്ട. ഇതെന്റെ അമ്മായിയുടെ മോനാ. ഇന്നലെ രാത്രി വന്നതാ. നിങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. 3 പെൺകുട്ടികളും അവനെ ഞെട്ടലോടെ ഒന്ന് നോക്കി. എന്നിട്ട് പ്രകാശനെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളെക്കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിരഞ്ജൻ അയാളെ അവിടെ കിടത്തി അല്പം വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു. വെള്ളം മുഖത്ത് വീണതോടെ പ്രകാശന്റെ ബോധം തെളിഞ്ഞു. കണ്ണു തുറന്നതും തന്റെ മുന്നിൽ 3 പെൺകുട്ടികളെ കണ്ട പ്രകാശൻ വാ പൊളിച്ചിരുന്നു പോയി. അയാൾ എന്തെങ്കിലും മണ്ടത്തരം എഴുന്നള്ളിക്കുന്നതിന് മുൻപ് തന്നെ നിരഞ്ജൻ ഇടയ്ക്ക് കയറി. ഇതാണ് എൻ്റെ അമ്മായിയുടെ മോൻ പ്രകാശേട്ടൻ. നിരഞ്ജൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പ്രകാശന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു.
അയാൾക്ക് തനിക്ക് പറ്റിയ അബദ്ധവും മനസ്സിലായി. ദുർഗ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഒരു കള്ളച്ചിരിയോടെ എല്ലാവരെയും നോക്കിയിരുന്നു. ഇന്നലെ എപ്പോഴാ വന്നത്? ഒരു രാത്രി 2 മണിയായി ചേട്ടൻ വന്നപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നും വിളിക്കാതിരുന്നേ. രാവിലെ കാണാലോ എന്ന് കരുതി. ദുർഗയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഒന്നാമത് നിരഞ്ജൻ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത് തന്നെ അവൾക്കത്ര പിടിച്ചിട്ടില്ല. അതിന്റെ കൂടെയാണ് പ്രകാശനും കൂടെ വന്നിരിക്കുന്നത്. അവൾ നിരഞ്ജനെ തുറിച്ചു നോക്കി. ഇനി ഇവനും ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? ഏയ് ഇല്ല. അപ്പോഴേക്കും പ്രകാശൻ ഇടയ്ക്ക് കയറി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം പെങ്ങളെ. ഞാൻ ഈ സിനിമയിലാ ജോലി ചെയ്യുന്നതേ. ഇന്നലെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ കുറേ വൈകിപ്പോയി. അപ്പോഴാ ഇവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞേ. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി എങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇപ്പം തന്നെ പൊക്കോളാം. ഇതും പറഞ്ഞ് പ്രകാശൻ പോകാനായി എഴുന്നേറ്റു. പക്ഷേ ദുർഗയ്ക്ക് സംശയം തോന്നിയതും അയാളെ തടഞ്ഞു നിർത്തി. താൻ എന്തിനാ ഇവിടെ അടുക്കളയിൽ കിടന്നത്? ദുർഗയുടെ ചോദ്യം കേട്ട നിരഞ്ജനും പ്രകാശനും പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കി. നിരഞ്ജൻ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രകാശൻ ഇടപെട്ടിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഒന്ന് അടുക്കളയിൽ കയറിയതാ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കാമുകിയുടെ കോള് വന്നു. പിന്നെ അനിയനെ വെറുതെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എപ്പോഴാ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിരഞ്ജൻ മരുന്ന് ചേർത്ത ബിരിയാണിയാണ് പ്രകാശനും രാത്രി എടുത്ത് കഴിച്ചത്. പക്ഷേ ദുർഗയ്ക്ക് അയാൾ പറയുന്നതൊന്നും അത്രയ്ക്ക് വിശ്വസനീയമായി തോന്നിയില്ല. അപ്പോഴേക്കും നിരഞ്ജൻ കയറി സംസാരിച്ചു. ശരിയാ, ഒരാൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നതൊന്നും അറിയാൻ പോലും പറ്റില്ല. പ്രകാശൻ അത് സമ്മതിച്ചു കൊടുത്തു. ശേഷം ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ദുർഗയുടെ അടുത്ത ചോദ്യം വരുന്നതിന് മുൻപേ തന്നെ ഇറങ്ങി ഓടിക്കളഞ്ഞു. അയാൾ പോയതിനു ശേഷമാണ് നിരഞ്ജന് ശ്വാസമൊന്ന് നേരെ വീണത്. നിരഞ്ജൻ അപ്പോൾ ദുർഗ തന്നെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. സത്യത്തിൽ താൻ മരുന്ന് ചേർത്ത ഫുഡ് കഴിച്ചിട്ടാണ് ബോധം പോയതെന്ന് പ്രകാശന് പോലും അറിയില്ലല്ലോ. അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നിൽ തന്നെ ഒരു വിശ്വാസവുമുണ്ട്. 3 പേർക്കും കണ്ടുപിടിക്കാനായി ഒരു സൂചനയും അവൻ അവശേഷിപ്പിച്ചിരുന്നില്ല. എല്ലാം കൊണ്ടും ഓഫീസിൽ പോകാൻ വൈകിയതിനാൽ ദുർഗ തന്നെ എല്ലാവരെയും റെഡിയാകാനായി പറഞ്ഞുവിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും തയ്യാറായി ഓഫീസിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിലൊക്കെ പ്രകാശന്റെ തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ടീനയും നിഷയും. നിരഞ്ജന്റെ നെടുമ്പള്ളിൽ ഗ്രൂപ്പിലെ ആദ്യ ദിവസമായിരുന്നു അന്ന്. പക്ഷേ അവന്റെ ചിന്ത മുഴുവൻ അപർണയിലായിരുന്നു. വീണ്ടും വീണ്ടും അവളെ വിളിച്ചുവെങ്കിലും അപർണ കോൾ എടുത്തതേയില്ല. വീണ്ടും വിളിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അപർണയുടെ ഒരു മെസ്സേജ് വന്നത്. അതിൽ അവൾ താൻ സുരക്ഷിതയാണ് എന്ന് പറഞ്ഞിരുന്നു. മെസ്സേജ് വായിച്ചിട്ട് നിരഞ്ജന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ ആ സന്ദേശത്തിന് എന്നെ എത്രയും വേഗം വിളിക്കൂ എന്ന് മറുപടി നൽകി. മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ അല്പം ആശ്വാസം തോന്നി. പക്ഷേ അപർണ തന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവൻ ഇപ്പോഴും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞ് ഉച്ചഭക്ഷണ സമയത്ത് നിരഞ്ജൻ ദുർഗയുടെ ഓഫീസിലേക്ക് പോയി. തൻ്റെ ഫോണിലേക്ക് നോക്കി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ ആരെയോ ചെന്നിടിച്ചു. നിരഞ്ജൻ ആ ആളോട് ക്ഷമ ചോദിക്കുന്നതിന് മുൻപ് അവൻ്റെ നോട്ടം ആ മനുഷ്യനിലേക്ക് പോയി. ആ നോട്ടം കണ്ടപ്പോൾ ആ മനുഷ്യന് തന്നെ അറിയാമെന്ന് നിരഞ്ജന് തോന്നി. നിരഞ്ജൻ ഒരു സോറി പറയുന്നതിന് മുൻപ് ആ മനുഷ്യൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവൻ എന്തോ സംശയം തോന്നി. നിരഞ്ജൻ അല്പദൂരം അയാളുടെ പിന്നാലെ ചെന്ന് അയാളെ പിടികൂടി. ഓഫീസിൽ ഒരു വിഷയം സൃഷ്ടിക്കാതിരിക്കാൻ നിരഞ്ജൻ അയാളെ നേരെ വാഷ്റൂമിലേക്കാണ് കൊണ്ടുപോയത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവൻ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി. താനെന്തെങ്ങനെ വേർക്കുന്നേ? എന്നെ കണ്ടിട്ട് എന്തിനാ ഓടി? ആരാ താൻ? നിരഞ്ജൻ പറയുന്നതിനോടൊന്നും ആ മനുഷ്യൻ പ്രതികരിച്ചില്ല. ഭയന്ന് വിറച്ച് അയാൾ ഒന്നും മിണ്ടാതെ നിന്നു. താൻ മര്യാദയ്ക്ക് വാ തുറക്കുന്നോ അതോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നോ? അയാൾ ആകെ ഭയന്ന് വിറച്ചുകൊണ്ട് വാ തുറന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ ദുർഗ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാ വന്നേ. നിരഞ്ജൻ ഒന്നും ഞെട്ടി. അപർണ രക്ഷപ്പെട്ടതറിഞ്ഞപ്പോൾ എല്ലാം ഇതോടെ അവസാനിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ ദുർഗ ഇപ്പോഴും സേഫ് അല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ മനുഷ്യനാണെങ്കിൽ നിരഞ്ജന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. സർ, എന്നെ രക്ഷിക്കണം. പണത്തിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്ത്. ഇനി മുതൽ ഞാൻ ഒന്നിനും നിൽക്കില്ല. എൻ്റെ മക്കളാണ് സത്യം. അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് നിരഞ്ജൻ വിട്ടയച്ചത്. ദുർഗയുടെ കാര്യമോർത്ത് അന്ന് മുഴുവൻ അവൻ ടെൻഷനിലായിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം നിരഞ്ജന് അപർണയുടെ കോൾ വന്നു. അത് കണ്ടതും നിരഞ്ജൻ ആ കോൾ തിരക്ക് പിടിച്ച് അറ്റൻഡ് ചെയ്തു. അപർണ, നീ എന്താ എൻ്റെ കോൾ എടുക്കാതിരുന്നേ? ഞാൻ തിരക്കിലായിരുന്നു. തിരക്കോ? നിനക്കെന്താ ഞാൻ പറയുന്നതൊക്കെ തമാശയായിട്ടാണോ തോന്നുന്നത്? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? നിനക്കതെന്നോടൊന്ന് പറയാൻ പോലും തോന്നിയില്ലല്ലേ?
അപർണ ഒന്നും മിണ്ടിയതേയില്ല. പക്ഷേ അവൾ കരയുകയാണ് എന്ന് നിരഞ്ജന് മനസ്സിലായി. എന്താ എന്തിനാ അപർണ നീ ഇപ്പൊ കരയുന്നേ? എന്താ പറ്റിയേ? എല്ലാം നശിച്ചു സർ. എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. നിരഞ്ജൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവൾ ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. അവൾ കരയുകയായിരുന്നു. അപർണ നീ എന്താ ഉദ്ദേശിച്ചേ? അപർണ മടിച്ചാണ് അവനുള്ള മറുപടി നൽകിയത്. എന്നെ തട്ടിക്കൊണ്ടു പോയവര് സാറിന്റെ എല്ലാ സ്വത്തുക്കളും പണവും അവരുടെ കൈക്കലാക്കി. നിരഞ്ജൻ അത് കേട്ട് ഒന്ന് ഞെട്ടി. അവനൊന്നും മനസ്സിലായില്ല. നീ എന്തൊക്കെ പറഞ്ഞു വരുന്നേ? നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ചിലര് അവരുമായി മീറ്റ് ചെയ്തിരുന്നു. എല്ലാം അവര് കൊണ്ടുപോയി. അപർണയുടെ വാക്കുകൾ കേട്ട നിരഞ്ജന് തന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നതായി തോന്നി. അവനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് അവനൊന്നുമില്ലാത്തവനായി മാറിയിരിക്കുന്നു. ജീവൻ പണയപ്പെടുത്തിയാണ് അവൻ ഓരോന്നും സ്വരുക്കൂട്ടി വെച്ചത്. അവനൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്ത് അപർണ പൊട്ടിക്കരയുകയാണ്. എല്ലാം എന്റെ തെറ്റാണ് ബോസ്. ഏയ്, ഇതൊന്നും നിന്റെ തെറ്റൊന്നുമല്ല. എൻ്റെ സ്വത്തും പണം പോയതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അതൊക്കെ ഇനിയും ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് സേഫ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ബോസ് ഇവിടം വിട്ട് പോയതിനു ശേഷം നമ്മൾ ഓർഗനൈസേഷന്റെ അകത്ത് ബോസിന്റെ സ്ഥാനത്തിന് വേണ്ടി ഒരു യുദ്ധം തന്നെയായിരുന്നു. ഞാനിതൊന്നും ബോസിനെ അറിയിച്ചില്ല. എന്റെ തെറ്റാ. സാരമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചല്ലോ. ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ ബോസ്, നിങ്ങള് കേരളത്തിലുണ്ടെന്ന് പല ഏജന്റുമാരുടെയും ഗ്രൂപ്പിൽ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയും ദുർഗയുടെയും ജീവൻ അപകടത്തിലാ. അതെനിക്കറിയാം. ഇന്ന് അവളെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഒരുത്തന് ഞാൻ പിടികൂടി. നിരഞ്ജൻ അപർണയോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു പറഞ്ഞുകൊടുത്തു. പക്ഷേ തൻ്റെ ഉള്ളിലുള്ള നിരാശ മുഴുവൻ അവൻ മറച്ചു വെച്ചിരുന്നു. അപർണയുടെയും ദുർഗയുടെയും തൻ്റെയും ജീവന് ഭീഷണിയുണ്ടെന്ന് നിരഞ്ജന് മനസ്സിലായി. കുറച്ചു ദിവസത്തേക്ക് അപർണയോട് ഒളിവിൽ പോകാനായി അവൻ നിർദ്ദേശിച്ചു. ഫോൺ വെച്ചതിന് ശേഷവും നിരഞ്ജന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാലും അവരെന്തിനാ ദുർഗയുടെ ജീവനെടുക്കാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? ആലോചിച്ചുകൊണ്ടിരിക്കെ റിയോയിൽ വെച്ച് തൻ്റെ കയ്യിൽ കിടന്ന് ജീവൻ വെടിഞ്ഞ ആ കുഞ്ഞിൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇനിയും ഒരു നഷ്ടം താങ്ങാൻ നിരഞ്ജന് വയ്യായിരുന്നു. നാട്ടിലേക്ക് തിരക്കിട്ട് വന്നിട്ടും ഇത്ര ദിവസമായിട്ടും സമാധാനം എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരഞ്ജൻ ഓർത്തു. ഈ അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ നിരഞ്ജന്റെ മനസ്സിൽ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അപർണയുടെയും ദുർഗയുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ആ ഏജന്റായിട്ട് മാറേണ്ടി വരും. ഇവിടെ ഞാൻ അറിയാത്ത പലതും നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. കുറച്ച് സമയത്തിന് ശേഷം അവൻ നേരെ ദുർഗയുടെ ഓഫീസിലേക്ക് ചെന്നു. അവളെ ഒരു നിമിഷത്തേക്കാണെങ്കിലും തനിച്ചാക്കി പോകാൻ അവന് ഭയമായിരുന്നു. പക്ഷേ നിരഞ്ജനെ കണ്ടതേ ദുർഗയ്ക്ക് ദേഷ്യമാണ്. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ, അതാ നല്ലത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ ഇങ്ങനെ ജോലിയും കളഞ്ഞ് തേരാപ്പരാ നടക്കുന്നത്? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. ഞാൻ അതിനു വേണ്ടിയാ വന്നേ. കള്ളം പറയരുത് നിരഞ്ജൻ. സെക്യൂരിറ്റി എന്നെ CCTV വിഷ്വൽസ് കാണിച്ചു തന്നായിരുന്നു. നീ ഏതോ ഒരുത്തന്റെ പിറകെ ഓടുന്നത്. അത് ഞാൻ എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല നിരഞ്ജൻ. ഇന്നലെ വീട്ടിലൊരുത്തനെ കയറ്റിക്കൊണ്ടു വന്നു, ഇന്നതേ ഓഫീസില്. ഇനി ഇവൻ അമ്മാവന്റെ മോനാന്നൊന്നും പറഞ്ഞേക്കരുത്. ആ മനുഷ്യനെക്കുറിച്ചുള്ള സത്യം അവളെ അറിയിച്ചാലോ എന്ന് ഒരു നിമിഷം അവൻ ആലോചിച്ചതാണ്. പക്ഷെ പിന്നെ ആ തീരുമാനം മാറ്റി. അപ്പോഴേക്കും ദുർഗ കത്തിക്കയറാൻ തുടങ്ങി. നീ എന്താ വിചാരിച്ചത്? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാ ഞാൻ ഇംപ്രസ്ഡ് ആയി നിന്നെ പ്രേമിക്കുമെന്നോ? അവസാനായിട്ട് ഞാൻ പറയാ, ഇനി എന്തെങ്കിലും ഉണ്ടായാ ഈ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും നിനക്ക് ഞാൻ ടിക്കറ്റ് തരും. നിരഞ്ജൻ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ദുർഗ അവളുടെ ഓഫീസിലേക്ക് കയറിപ്പോയിരുന്നു. മോനെ നിരഞ്ജ, ഇനിയൊരു തെറ്റുപറ്റിയ നിനക്ക് ജോലിയുമില്ല, കിടപ്പാടുമില്ല. ഓഫീസ് ടൈം കഴിഞ്ഞതും നിരഞ്ജൻ നേരെ താൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് പോയി. എത്തിയ ഉടനെ തന്നെ അവൻ ലാപ്ടോപ്പ് എടുത്ത് ഫ്ലാഷ് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞതും അവൻ വെബ്സൈറ്റ് തുറന്നു നോക്കി. ആ സൈറ്റിൽ ലോകത്തിലെ എല്ലാ സീക്രട്ട് മിഷൻസും ടാസ്കുകളുടെ രൂപത്തിൽ കിട്ടുമായിരുന്നു. ഏജന്റ്സ് ആ സൈറ്റിൽ നിന്ന് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടാസ്കുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. പോരാതെ ഓരോ ജോലിക്കും അതിൻ്റേതായ ഒരു വിലയുമുണ്ടാകും. വെബ്സൈറ്റ് ഓപ്പൺ ആയതും നിരഞ്ജൻ തൻ്റെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. അപ്പോഴേക്കും അവൻ്റെ ഇൻബോക്സിൽ മെസ്സേജുകളുടെ കുത്തൊഴുക്കായിരുന്നു. നിരഞ്ജൻ മെസ്സേജുകൾ വായിച്ചു വിട്ടതല്ലാതെ മറുപടി ഒന്നും നൽകാൻ പോയില്ല. ചിലതൊക്കെ അവനെ കൊല്ലുമെന്നുള്ള ഭീഷണിയാണ്, ചിലതിൽ അവനുള്ള ടാസ്കുകളാണ്. ഇപ്പോൾ പക്ഷേ ആ ടാസ്കുകൾക്കുള്ള തീയതി കഴിഞ്ഞിരുന്നു. ആ സൈറ്റിൽ നിന്ന് ഒരു ഏജന്റിന് മറ്റൊരാളുടെ ചുമതലയെക്കുറിച്ചും ഐഡന്റിറ്റിയെപ്പറ്റിയും അറിയാൻ കഴിയില്ല.
എന്നാൽ നിരഞ്ജൻ ആ വെബ്സൈറ്റ് മുഴുവൻ ഹാക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കിട്ടാത്ത വിവരങ്ങളെല്ലാം അവന് ലഭ്യമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏജന്റായി മാറിയത്. ആദ്യം തന്നെ നിരഞ്ജൻ ദുർഗയെ പറ്റിയുള്ള വിവരങ്ങളാണ് നോക്കിയത്. അവൾ ആരുടെയോ മിഷന് എതിരായിരിക്കാം എന്നവൻ ഊഹിച്ചു. അല്ലാതെ എന്തിനാണ് അവളെ കൊല്ലുന്നത്? ഇനിയൊരു പക്ഷേ തന്നെ തളർത്താനായിരിക്കുമോ എന്നും അവൻ ചിന്തിച്ചു. പക്ഷേ വെബ്സൈറ്റ് മുഴുവൻ തിരഞ്ഞുവെങ്കിലും ദുർഗയെ പറ്റിയുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല. അവസാനം അവൻ തിരച്ചിൽ നിർത്തി. അതിനുശേഷം ടാസ്ക് സെക്ഷൻ തുറന്ന് ഏറ്റവും ഉയർന്ന റേറ്റുള്ള ടാസ്ക് തിരയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ചിന്തയിൽ അവനൊന്ന് നിന്നു. ഒന്നുകൂടി ചിന്തിക്കും നിരഞ്ജൻ, നീ ഉപേക്ഷിച്ച ലോകത്തിലേക്കാണ് വീണ്ടും നീ തിരികെ പോകുന്നത്. തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട ശേഷം പണത്തിനു വേണ്ടിയും പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാനും അവന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ ടാസ്കുകൾ ഓരോന്നായി തിരയാൻ തുടങ്ങി. അപ്പോഴാണ് കണ്ണുകൾ ഒരു ടാസ്കിൽ ചെന്ന് പതിഞ്ഞത്. അതിൽ അവൻ ക്ലിക്ക് ചെയ്തു. കട്ടപ്പനയിലായിരുന്നു ടാസ്ക് ലൊക്കേഷൻ. ഏതോ ഒരു ശരണ്യ സത്യമൂർത്തിയെ 24 മണിക്കൂറും വാച്ച് ചെയ്ത് അവരുടെ ഫ്രീഡം തടയുക. ഇതാണ് ടാസ്ക്. തൻ്റേതായ നീക്കങ്ങളിലൂടെ ഏകദേശം 11ഓളം പേർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് കണ്ടപ്പോഴാണ് അവൻ്റെ കണ്ണ് തള്ളിയത്. 40 കോടി രൂപ. അതോടെ ശരണ്യയുടെ ടാസ്ക് അത്ര ചെറുതല്ല എന്ന് നിരഞ്ജന് മനസ്സിലായി. 3 മാസത്തിനകമാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം ശരണ്യയെ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. നിരഞ്ജൻ ആ ടാസ്ക് കണ്ടപ്പോൾ ആകെ ഒരു കുളിര് തോന്നിപ്പോയി. അവൻ്റെ കൈ ആക്സെപ്റ്റ് ദ ടാസ്ക് എന്ന ബട്ടണ് മേലെ നിന്നു. ഞാനിത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ? നിരഞ്ജൻ ആ ടാസ്ക് ഏറ്റെടുത്തു. ഒരു ഏജന്റ് എന്ന നിലയിൽ പുതിയ ഗാഡ്ജറ്റുകളോ ഫോണോ വാങ്ങാനുള്ള കാശൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൻ ശരണ്യ സത്യമൂർത്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതിൽ മൂൺലൈറ്റ് ബാർ എന്നൊരു പേര് കണ്ടത്. ഇത് അന്ന് ദുർഗ പോയ ബാറല്ലേ? നിരഞ്ജൻ നേരെ ഹോട്ടലിൽ നിന്നിറങ്ങി ദുർഗയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. നിഷയും ടീനയും ഓഫീസിൽ നിന്ന് എത്തിയിരുന്നുവെങ്കിലും ദുർഗ എത്തിയിരുന്നില്ല. എത്തിയ ഉടനെ ദുർഗയുടെ ദേഷ്യം തീർക്കാനായി അടുക്കളയിൽ കയറി എല്ലാവർക്കുമുള്ള ഡിന്നർ കുക്ക് ചെയ്തു. ദുർഗ ഫ്ലാറ്റിലെത്തിയപ്പോൾ 3 പേരും ഡൈനിങ് ടേബിളിൽ അവളെയും കാത്തിരിപ്പുണ്ട്. പക്ഷെ ദുർഗയൊന്നും മിണ്ടാതെ കിടപ്പുമുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തോ കുഴപ്പമുണ്ടെന്ന് നിരഞ്ജൻ അപ്പോൾ തന്നെ മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് അവൾ ഡിന്നർ കഴിക്കാൻ വന്നെങ്കിലും 4 പേരും പരസ്പരം ഒന്നും സംസാരിക്കാതെ ഭക്ഷണം കഴിച്ചു. പെട്ടെന്നാണ് ദുർഗ ദേഷ്യപ്പെട്ടത്. എന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് നല്ലവനാകാനൊന്നും നോക്കണ്ട. നിനക്കൊരു ജോലിയുണ്ട്. അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്ക്. ശരി, മാഡത്തിന്റെ ഉത്തരവ് പോലെ. എന്നാ പിന്നെ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? എന്തിന്? നീ പ്രൊബേഷൻ പീരീഡ് കടക്കോ ഇല്ലയോന്നാണോ? അയ്യേ, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഞാൻ ബെറ്റ് വെക്കാറില്ല. അടുത്ത 3 മാസത്തിനുള്ളിൽ ദുർഗ എന്നെ പ്രണയിച്ചിരിക്കും. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിത്തരും. നിരഞ്ജൻ പറയുന്നത് കേട്ടതും ദുർഗയ്ക്ക് സന്തോഷമായി. അവൾക്ക് ആ ഒരു പന്തയം എന്തായാലും ഇഷ്ടപ്പെട്ടു. ആദ്യം മുഴുവൻ കേക്ക്. ഈ പന്തയത്തിൽ ഞാൻ വിജയിച്ച നമ്മൾ വീണ്ടും കല്യാണം കഴിക്കും. നേരത്തെ കഴിഞ്ഞത് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത തവണ നല്ല ആഘോഷമായിട്ട് തന്നെ നടത്തണം. ദുർഗ നിറഞ്ഞ സന്തോഷത്തോടെ ആ ബെറ്റ് അംഗീകരിച്ചു. ആഹാരം കഴിഞ്ഞ ഉടനെ നിരഞ്ജൻ പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ പെൺകുട്ടികൾ 3 പേരും ദുർഗയുടെ മുറിയിൽ ഒത്തുകൂടി. ആ തെണ്ടി കാരണം ഒരു പണിയും മര്യാദയ്ക്ക് നടന്നില്ല. നല്ല സമയത്താ പോയത്. ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നുമായി ആരൊക്കെയോ കട്ടപ്പനയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. മൂൺലൈറ്റ് ബാറിന്റെ ഉടമ ശരണ്യ സത്യമൂർത്തിയുമായിട്ടാ അവരൊക്കെ രഹസ്യമായി കോണ്ടാക്ട് ചെയ്യുന്നത്. നിഷ കൗതുകത്തോടെ അവരെല്ലാം ആരാണ് എന്ന് തിരക്കി. അവരൊക്കെ ഫോറിൻ ബയേഴ്സ് ആണെന്നാ എന്റെ ഒരു ഊഹം. പല ഗ്യാങ്സ്റ്റേഴ്സും മറ്റും ആ നിധി കൊള്ളയടിക്കാൻ കാത്തു നിൽപ്പല്ലേ. അത് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അറിയാം. അതുകൊണ്ടായിരിക്കണം ശരണ്യയുടെ സഹായത്തോടെ എത്രയും വേഗം അത് വിദേശത്തേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്നത്. ടീനയ്ക്ക് പക്ഷേ അവർ ബയേഴ്സ് ആണെന്ന് വിശ്വസിക്കാൻ മടിയുള്ളതുപോലെ തോന്നി. അവളുടെ അഭിപ്രായത്തിൽ ആ വിദേശികളും നിധി അടിച്ചു മാറ്റാൻ വന്നവരാണ്. നിഷയും ടീനയുടെ അഭിപ്രായത്തോട് യോജിച്ചു. കാരണം നിധി വാങ്ങാൻ വന്നവരാണെങ്കിൽ അവരിങ്ങനെ കട്ടപ്പനയിൽ കിടന്ന് കറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ദുർഗയും ആ അഭിപ്രായം കണക്കിലെടുത്തു. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. അവൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് രാത്രി നമുക്ക് മൂൺലൈറ്റിൽ പോവാം. ശേഷം ദുർഗ 2 പേരോടും ഭാവി പരിപാടികൾ വിശദീകരിച്ചു കൊടുത്തു. ഈ സമയം അപ്പാർട്ട്മെന്റിലെ ഗേറ്റിലെത്തിയ നിരഞ്ജന്റെ മുന്നിലേക്ക് പ്രകാശൻ ഒരു ചിരിയോടെ വന്നു നിന്നു. എന്നാലും പണിയൊക്കെ കഴിഞ്ഞപ്പോ സാർ ഈ പ്രകാശനെ അങ്ങ് മറന്നു കളഞ്ഞല്ലേ? ഇന്നലെ മുതൽ എന്തോരം തവണ ഞാൻ സാറിനെ വിളിച്ചതാ.
പക്ഷെ സാറ് കോൾ എടുത്തില്ലല്ലോ. പ്രകാശനെ കണ്ടപ്പോൾ സത്യത്തിൽ നിരഞ്ജൻ ഒന്ന് ഞെട്ടിയിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി പ്രകാശ. പ്രകാശന് അവർ തമ്മിൽ സംസാരിച്ച ഡീലിനെ കുറിച്ചായിരുന്നു അറിയേണ്ടിയിരുന്നത്. മടിച്ചാണെങ്കിലും നിരഞ്ജൻ തന്റെ അവസ്ഥ പ്രകാശനോട് തുറന്നു പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ഡീൽ ചെയ്യാമെന്ന് നിരഞ്ജൻ അയാൾക്ക് വാക്കുകൊടുത്തു. പ്രകാശനൊന്ന് ചിരിച്ചതേയുള്ളൂ. ഏയ്, കുഴപ്പമില്ല സാർ. സാർ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കാണോ? ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവിടണോ? നിരഞ്ജൻ സ്നേഹത്തോടെ തന്നെ ആ ക്ഷണം നിരസിച്ചു. പക്ഷേ പ്രകാശൻ തന്റെ ഒമ്നി വാൻ ചൂണ്ടിക്കാട്ടി പിന്നെയും നിർബന്ധിച്ചു. സത്യത്തിൽ താൻ പോകുന്ന സ്ഥലം പ്രകാശനെ അറിയിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവസാനം പ്രകാശന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവൻ വാനിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അതിൽ വേറെയും 4 പേരുണ്ടായിരുന്നു. അവർ നിരഞ്ജനെ വിഷ് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അവനോട് അതൊക്കെ തന്റെ അസിസ്റ്റൻസ് ആണെന്നാണ് പ്രകാശൻ പറഞ്ഞത്. നിരഞ്ജൻ അവരെയെല്ലാം അഭിവാദ്യം ചെയ്ത് വണ്ടിയിലേക്ക് കയറി. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും വണ്ടി ഒരിടത്ത് നിന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുമ്പോഴേക്കും പ്രകാശനും ഡ്രൈവറും കൂടെയുണ്ടായിരുന്നവരും പുറത്തേക്കിറങ്ങി. വാൻ ലോക്ക് ചെയ്തു. നിരഞ്ജൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ പ്രകാശൻ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് 3 മാസമൊന്നും കാത്തിരിക്കാൻ വയ്യ സാറേ. നിങ്ങൾ ഇവിടെ നിന്ന് പറക്കുന്നതിന് മുൻപേ ഞങ്ങൾക്ക് കാശ് കിട്ടണം. നിരഞ്ജൻ എത്ര പറഞ്ഞിട്ടും പ്രകാശൻ അത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ എന്തിനാ സാറേ സാറിനെ വിശ്വസിക്കുന്നത്? ഞങ്ങളെ പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങൾ ചെയ്തു വെച്ച പണി നോക്കിയാൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ടുള്ള ആളൊന്നുമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രകാശനെ വിശ്വസിപ്പിക്കാൻ എന്താണ് പറയേണ്ടതെന്ന് നിരഞ്ജനും അറിയില്ലായിരുന്നു. അയാൾ അകത്തുണ്ടായിരുന്ന 2 പേരോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാറിനോട് കുറച്ച് പരിഗണന കാണിക്കണേ. അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാകുന്ന ആളൊന്നും അല്ല. അതോടെ അവർ 2 പേരും നിരഞ്ജന്റെ അടുത്തേക്ക് നീങ്ങി. അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നോക്ക് പ്രകാശ, ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ട് തന്നെ ഒരു ചേട്ടനെ പോലെ കരുതിയാണ് ഞാൻ എല്ലാം വിശദീകരിച്ച് തന്നോട് പറഞ്ഞു. വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കരുത്. പ്രകാശൻ ചിരിച്ചുകൊണ്ട് നിരഞ്ജനെ നോക്കി. നിന്നെ പോലെയുള്ള കുറേ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാടാ ഞാൻ. വലിയ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചെടുക്കാൻ കുറേ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഡയലോഗടി മതിയാക്ക്, എന്നിട്ട് ഇവന്മാരുടെ അടുത്തുള്ള മൽപ്പിടുത്തം തുടങ്ങിക്കോ. പ്രകാശൻ അത് പറഞ്ഞതും 2 പേരും നിരഞ്ജന്റെ നേർക്ക് നീങ്ങി. ഏകദേശം ഒരു 5 മിനിറ്റോളം വാനിന്റെ കുലുക്കം തുടർന്നു. പുറത്തു നിന്നവർ നിരഞ്ജനെ അവർ ക്രൂരമായി മർദ്ദിക്കുകയാണ് എന്ന് കരുതി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം സൈലന്റായി. പ്രകാശനടക്കം 3 എണ്ണവും നിരഞ്ജന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി കിടപ്പുണ്ടായിരുന്നു. നിരഞ്ജൻ പുറത്തു നിന്നവനെ നോക്കിയപ്പോൾ അവനാകെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. നിരഞ്ജൻ പുറത്തേക്കിറങ്ങി അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കവറിൽ പിടിമുറുക്കി. ഇതെന്താ, സിഗരറ്റാണോ? അയാൾ ബീഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബീഡി എടുത്ത് നിരഞ്ജന് കൊടുത്തു. അത് വലിക്കുന്നതിനിടയിൽ പ്രകാശനെ കോളറിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായില്ലേ? പ്രകാശൻ വേദനയോടെ ഞരങ്ങി. ഇതൊക്കെ തെറ്റാണ് സാറേ. ഒന്ന് പേടിപ്പിച്ച് വിട്ടാ പോരായിരുന്നോ? ഇങ്ങനെ തല്ലി കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് മനുഷ്യത്വമൊന്നും ഇല്ലല്ലേ? നിരഞ്ജൻ ഒരു ചിരിയോടെ പ്രകാശനെ നോക്കി. നിങ്ങളാരാ സാറേ? ഈ ചോദ്യം കേട്ട നിരഞ്ജൻ ഒന്ന് നിശബ്ദനായി. ഉത്തരം അവന്റെ മനസ്സിലില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് പറയാനായി അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൻ ഒന്നുകൂടി പ്രകാശനെ നോക്കി. കാലൻ. മനസ്സിലായോ പ്രകാശേട്ടാ? പ്രകാശന്റെ ഉള്ളംകാലിൽ നിന്നൊരു തണുപ്പ് ഉടലാകെ വ്യാപിച്ചു. അടി കിട്ടിയ രീതി വെച്ച് നിരഞ്ജൻ ചില്ലറക്കാരനല്ല എന്ന് പ്രകാശനും ഗ്യാങ്ങിനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇനി അഭിമാനം നോക്കാതെ അവന്റെ കാല് പിടിച്ചാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലായതോടെ പ്രകാശൻ നിരഞ്ജന്റെ മുന്നിൽ തൊഴുതു നിന്നു. എന്റെ പൊന്നു സാറെ, തെറ്റുപറ്റിപ്പോയി. സാറെങ്ങാനും കാശ് തരാതെ മുങ്ങിക്കളയുവോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഒന്ന് വരട്ടാൻ വന്നതാ. അല്ലാണ്ട് ഞങ്ങൾ ഗുണ്ടകളോ പ്രശ്നക്കാരോ ഒന്നുമല്ല. സാറ് പുലിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പ്രകാശൻ പറഞ്ഞതിനോട് നിരഞ്ജൻ ഒന്നും പ്രതികരിക്കാൻ നിന്നില്ല. പകരം അവന്റെ മനസ്സിൽ മറ്റു ചില പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനിച്ചതൊക്കെ കട്ടപ്പനയിൽ തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ കട്ടപ്പന അവനെ സംബന്ധിച്ച് അപരിചിതമായൊരു സ്ഥലം തന്നെയായിരുന്നു. പ്രകാശനെ കൂടെ നിർത്തുന്നത് എന്തുകൊണ്ടും തനിക്ക് ഉപകാരമാണെന്ന് നിരഞ്ജന് തോന്നി. പ്രകാശൻ അപ്പോഴേക്കും ഒന്നുകൂടി മുന്നിലോട്ട് വന്നു. സാറ്, ഞങ്ങൾ പൊക്കോട്ടെ. ഇനി അറിയാതെ പോലും സാറിൻ്റെ 7 അയലത്ത് ഞങ്ങൾ വരികയില്ല. നിരഞ്ജൻ പ്രകാശന്റെ ചുമലിലേക്ക് കൈവച്ചു. എന്നാ നിനക്കൊക്കെ കൊള്ളാം. പക്ഷെ ഇനി കുറച്ച് നാള് നീയൊക്കെ എൻ്റെ കൂടെ കറങ്ങ. എനിക്ക് വേണ്ടി നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. നിരഞ്ജൻ പറയുന്നത് കേട്ട് പ്രകാശനും കൂട്ടരും പരസ്പരം നോക്കി. അവന്റെ തനി നിറം അറിഞ്ഞതോടെ
അവനോട് എതിർത്ത് പറയാനുള്ള ധൈര്യമൊക്കെ ചോർന്നു പോയിരുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സാറിന് വല്ല ഗ്യാങ്ങും ഉണ്ടോ? നിരഞ്ജനൊന്ന് ചിരിച്ചുകൊണ്ട് അയാളുടെ ചുമലിൽ തട്ടി. എനിക്കെന്തിനാടോ ഒരു ഗ്യാങ് ഒക്കെ? ഞാൻ തന്നെ ഒരു ഫുൾ ഗ്യാങ് അല്ലേ, അല്ലടോ? നിരഞ്ജൻ എല്ലാവരെയും നോക്കി ചോദിച്ചതും പ്രകാശനും ഗ്യാങ്ങും അതേ എന്ന് തലയാട്ടി. അവരെ അവിടെ വിട്ട് നിരഞ്ജൻ നേരെ മൂൺലൈറ്റ് ബാറിലേക്ക് ചെന്നു. എല്ലാ ദിവസങ്ങളിലും ഉള്ളതുപോലെ തന്നെ അന്നും അവിടെ നല്ല തിരക്കായിരുന്നു. അല്പം കഴിഞ്ഞതോടെ DJ പാർട്ടി തുടങ്ങി. നല്ല തട്ടുപൊളിപ്പൻ സംഗീതത്തോടൊപ്പം ചിലരൊക്കെ ചുവട് വെച്ച് തുടങ്ങി. അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ നിരഞ്ജൻ താൻ മുൻപ് വന്നപ്പോൾ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. ഇരുന്നതും അവന്റെ ഡിറ്റക്റ്റീവ് കണ്ണുകൾ ചുറ്റും നിരീക്ഷണം തുടങ്ങി. രാത്രി ഏകദേശം ഒരു 11 മണിയായി കാണും. അപ്പോഴാണ് നിരഞ്ജന്റെ കണ്ണുകൾ അല്പം മാറിയിരിക്കുന്ന ഒരു വിദേശിയിൽ പതിഞ്ഞത്. അങ്ങോട്ട് നോക്കിയിരിക്കുന്ന സമയത്താണ് അയാളുടെ ഇടതുവശത്തുള്ള മേശയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നിരഞ്ജൻ ശ്രദ്ധിച്ചത്. സുന്ദരിയായ ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ് അവിടെ ഇരുന്നിരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അവളുടെ മുഖത്തെ പരിഭ്രമം അവന് മനസ്സിലായത്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ ഇളം റോസ് നിറമുള്ള മനോഹരമായ വിരലിൽ ഒരു പർപ്പിൾ കളർ മോതിരം ധരിച്ചിരുന്നു. നിരഞ്ജന് കൗതുകം തോന്നി. ഇവള് ആര്യൻസിലെ ഏജന്റ് അല്ലേ? ഇവളെങ്ങനെ ഇവിടെ എത്തി? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നിരഞ്ജന്റെ ഏജൻസിയിൽ ഏതെങ്കിലും മിഷന് പോകുമ്പോൾ അവർക്ക് പ്രത്യേകതരം വസ്ത്രങ്ങൾ നൽകാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില ആക്സസറീസും കൂടി കൊടുക്കും. ആ മോതിരം അതിൽപ്പെട്ടതായതുകൊണ്ടാണ് നിരഞ്ജന് ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. നിരഞ്ജന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു തുടങ്ങി. ആ പെൺകുട്ടിയെ അവന് നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ താൻ കമ്പനി വിട്ടതിന് ശേഷമാകണം ഈ പെൺകുട്ടി ജോയിൻ ചെയ്തിരിക്കുക എന്നവൻ ചിന്തിച്ചു. കുറച്ചു നേരം കാത്തിരുന്നതിന് ശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ നോക്കാതെ തന്നെ അവൻ അവൾക്കരികിലുള്ള കസേരയിലേക്കിരുന്നു. ആ പെൺകുട്ടി ഞെട്ടി അവനെ ഒന്ന് നോക്കി. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ നിരഞ്ജൻ സംസാരിക്കാൻ തുടങ്ങി. വളരെ പതുക്കെ അവർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിലാണ് അവൻ സംസാരിച്ചത്. ഈ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ നെർവസായ അത് അവരുടെ മുഖത്ത് എടുത്തു കാണിക്കുമല്ലേ? ആദ്യത്തെ മിഷനാവുമ്പോൾ അതിൻ്റെ ആവേശവും പരിഭ്രമവും ആർക്കായാലും ഉണ്ടാവും. അതൊക്കെ നോർമലാ. ജസ്റ്റ് റിലാക്സ്. നിരഞ്ജൻ പറഞ്ഞത് കേട്ടതും ആ പെൺകുട്ടി ഒന്ന് ഞെട്ടി. ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. താനാള് കൊള്ളാലോ. എന്തായാലും ഈ പുതിയ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ തന്നെ ഈ സ്ഥിരം ക്ലീശ ഡയലോഗ് കേട്ട് മടുത്തിരിക്കായിരുന്നു. ഇത് ഫ്രഷാ. പക്ഷെ ആ പരിപ്പ് ഇവിടെ വേവിക്കാൻ നോക്കാതെ വന്ന വഴിക്ക് പോകുന്നതാവും നല്ലതെന്ന് മാത്രം. അവൾ പറഞ്ഞത് കേട്ടതോടെ അവൾ ഒരു ഏജന്റ് ആണെന്ന് നിരഞ്ജൻ സ്ഥിരീകരിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ആ പെൺകുട്ടി പരിഭ്രമത്തോടെ ഇരുന്നത് അവൻ വ്യക്തമായി കണ്ടതാണല്ലോ. അവളെ ഭയപ്പെടുത്താതെ അവൻ അവൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. നോക്കൂട്ടി, ഞാനൊന്ന് മനസ്സ് വെച്ച ഇവിടെ ഈ നിമിഷം നീ ആരാണെന്ന് എല്ലാവരോടും വെളിപ്പെടുത്താൻ എനിക്ക് കഴിയും. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. ശരണ്യ സത്യമൂർത്തിക്കെതിരെയുള്ള മിഷനിൽ വെറുതെ കയറി തലയിടണ്ട എന്ന് തന്നോട് പറയാനാണ് ഞാൻ വന്നത് തന്നെ. ഇനി നിനക്കത് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ പിന്നെ എനിക്കത് പണിയാവും. നീ ആരായാലും ശരി, എത്രയും പെട്ടെന്ന് ഈ കട്ടപ്പന വിട്ടു പോകുന്നതാണ് എന്തുകൊണ്ടും നിനക്ക് നല്ലത്. നിരഞ്ജൻ പറയുന്നത് കേട്ട ആ പെൺകുട്ടി നോട്ടം മാറ്റിക്കളഞ്ഞു. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിപ്പോയി. ഇയാൾ ആരാ? എന്നെ കണ്ടപാടെ ഞാൻ ആരാണെന്നും എന്തിനാ കട്ടപ്പനയ്ക്ക് വന്നെന്നും ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? അവൾ ആകെ കുഴങ്ങിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ വളരെ ശാന്തത ഭാവിച്ച് നിരഞ്ജനെ നോക്കി പുഞ്ചിരിച്ചു. റിലാക്സ്. ഞാൻ നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ വന്നൊന്നുമല്ല. ബൈ ദ വേ, ഐ എം റവീണ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എന്നാ പിന്നെ ഓപ്പണായിട്ട് സംസാരിക്കാലോ അല്ലേ? ശരണ്യയെ സംരക്ഷിക്കാനാണോ അതോ തട്ടിക്കൊണ്ടു പോകാനാണോ ആര്യൻസ് തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? രവീണയുടെ കണ്ണുകൾ ആശ്ചര്യത്തോടെ വിടർന്നു. ശരിക്കും നിങ്ങൾ ആരാ? അതും ചോദിച്ച് രവീണ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് നിരഞ്ജൻ അവളുടെ അരയിൽ സൂക്ഷിച്ചിരുന്ന ബട്ടർഫ്ലൈ നൈഫ് കണ്ടത്. അവൻ പരിഹാസത്തോടെ അവളെ ഒന്ന് നോക്കി. നിന്റെ ട്രെയിനിങ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? ഒരു ഏജന്റ് ആദ്യം തൻ്റെ ആയുധം മറച്ചു വെക്കാനാണ് പഠിക്കേണ്ടത്. എന്നാലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. നിരഞ്ജൻ പറയുന്നത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. തൻ്റെ വഴിയിൽ അവനൊരു തടസ്സമായി മാറിയേക്കാമെന്ന് അവൾ കരുതി. അവനെ ഭയപ്പെടുത്താമെന്ന ഉദ്ദേശത്തിൽ അതിവേഗം തന്നെ തൻ്റെ കത്തി പുറത്തെടുത്ത് ഒരൊറ്റ നീക്കത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് ആ കത്തി അമർത്തിവെച്ചു. എന്നാൽ അവളുടെ നീക്കത്തേക്കാൾ വേഗത്തിലായിരുന്നു നിരഞ്ജൻ അവളുടെ 2 കൈയിലും പിടിമുറുക്കിയത്.
കാണുന്നവർക്ക് അവർ കപ്പിൾസ് ആണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു നിരഞ്ജന്റെ പിടി. രവീണ എത്ര ശ്രമിച്ചിട്ടും അവന്റെ പിടി പിടിവിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് അവളുടെ കയ്യിലെ കത്തി പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനിടയിൽ രവീണ ധരിച്ചിരുന്ന ഷർട്ടിന്റെ 2 ബട്ടൺസ് പൊട്ടിപ്പോയി. അത് കണ്ടതും നിരഞ്ജൻ അവളെ തന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചു. രവീണ 2 കൈയും കൊണ്ട് ഷർട്ട് പിടിച്ചടുപ്പിച്ചുകൊണ്ട് നിരഞ്ജനെ ദേഷ്യത്തോടെ നോക്കി. നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. നിരഞ്ജൻ പക്ഷേ അവൾക്കരികിലേക്ക് ചെന്ന് അവളുടെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചു. ഈ ബട്ടർഫ്ലൈ മൂവ്മെന്റ്സ് ഒക്കെ അറിയാവുന്നത് 2 പേർക്കാ. അതിലൊരാൾ ഇവിടെ തന്നെയുണ്ട്. അതിൽ 2ാമത്തെ ആളിൽ നിന്നാവണം നീ ഇത് പഠിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ടതും രവീണയൊന്ന് ഞെട്ടി. കാരണം നിരഞ്ജന്റെ നീക്കത്തിൽ നിന്ന് താൻ അയാളെ ആക്രമിച്ച അതേ രീതിയിലാണ് അവൻ തന്നെ പൂട്ടിയതെന്ന് അവൾ തിരിച്ചറിഞ്ഞതാണ്. അതിൽ നിന്ന് തന്നെ അയാൾ ഒരു ഏജന്റ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴാണ് നിരഞ്ജന്റെ കണ്ണുകൾ ബാറിന്റെ ഗേറ്റിലേക്ക് പോയത്. ഉടനെ പരിഭ്രമത്തോടെ അവൻ രവീണയെ അവിടെ വിട്ടുകളഞ്ഞു. ബാറിന്റെ എൻട്രൻസിൽ ദുർഗ ടീനയ്ക്കും നിഷയ്ക്കും ഒപ്പം നിൽപ്പുണ്ടായിരുന്നു. അവർ രവീണയ്ക്കൊപ്പം നിൽക്കുന്ന നിരഞ്ജനെ കാണുകയും ചെയ്തു. നിരഞ്ജൻ ഒരു നമ്പർ 1 കോഴിയാണോ എന്നൊരു സംശയം തുടക്കത്തിലേ ദുർഗയ്ക്കുണ്ടായിരുന്നു. ഏതോ ഒരു പെണ്ണിന്റെ കൂടെ അവനെ അവിടെ കണ്ടതും ആ സംശയം സത്യമാണെന്ന് അവൾ കരുതി. അതും പോരാതെ രവീണയുടെ തുറന്നു കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് അവളുടെ കണ്ണിൽ പെടുകയും ചെയ്തു. നിരഞ്ജൻ ദുർഗയെ കണ്ടപ്പോഴേ ആകെ ഷോക്കായി പോയതുകൊണ്ട് അനങ്ങാൻ വയ്യാതെ നിൽപ്പാണ്. അവൻ തന്നെ ഇത്ര പെട്ടെന്ന് വിട്ടത് എന്താണെന്ന ചിന്തയിലായിരുന്ന രവീണയ്ക്ക് അപ്പോഴാണ് നിരഞ്ജന്റെ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത്. അതോടെ അവൾക്ക് നിരഞ്ജൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ ഈ സമയം നിരഞ്ജനെ തുറിച്ചു നോക്കുകയായിരുന്നു ദുർഗ. ദുർഗയ്ക്ക് എന്തോ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. തന്നോട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് ബാറിൽ വന്ന് ഏതോ ഒരു പെണ്ണുമായി ശൃംഗരിക്കുന്ന നിരഞ്ജനോട് അവൾക്ക് പുച്ഛമാണ് തോന്നിയത്. അവളുടെ നിൽപ്പ് കണ്ട നിഷയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു. അവൾ ദുർഗയെ തട്ടി വിളിച്ചു. മാം, നമ്മളിവിടെ വന്ന എന്തിനാന്ന് മറന്നു പോരുത്. ആ ശരണി എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം. എന്നാൽ നിഷ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൾ നേരെ നിരഞ്ജന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ദുർഗ വരുന്നത് കണ്ടതും നിരഞ്ജൻ രവീണയോട് അവിടെ നിന്നും പോകാനായി ആവശ്യപ്പെട്ടു. പെട്ടെന്ന് പോ, നീ ചിന്തിക്കുന്ന ആള് തന്നെയാ ഞാൻ. ഇവിടെ നിന്നും പോയാൽ ഉടനെ തന്നെ അപർണയെ വിളിച്ച് കാര്യങ്ങൾ പറയണം. ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രവീണ തലയാട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയതും അവിടേക്ക് വന്ന ദുർഗ അവളെ തടഞ്ഞു വെച്ചുകൊണ്ട് അവളുടെ ആ പൊട്ടിപ്പോയ ബട്ടൺസിലേക്ക് നോക്കി പരിഹസിക്കാൻ തുടങ്ങി. നിനക്കിങ്ങനെ ശൃംഗരിക്കാൻ എന്റെ കെട്ടിയോനെ മാത്രമേ കിട്ടിയുള്ളൂ കൊച്ചേ. അത്രയ്ക്ക് ആഗ്രഹമുണ്ടേ വേറെ ആരേലും നോക്കിക്കോ. ഒരുങ്ങിക്കേട്ടെ ഇറങ്ങിക്കോളൂ ആണുങ്ങളെ വഴിതെറ്റിക്കാനായിട്ട്. പൊക്കോണം ഇവിടുന്ന്. രവീണയൊന്ന് നിരഞ്ജനെ നോക്കി. പിന്നീട് ക്ഷമ ചോദിക്കാൻ എന്നതുപോലെ ദുർഗയെയും. ഓ സോറി, പുള്ളി നിങ്ങളുടെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ചുമ്മാ ഈ വഴി പോവായിരുന്നു. അത്രയും പറഞ്ഞ് രവീണ അവിടെ നിന്നും പോയി. ദുർഗ അവിടെ ഒരു മേശയുടെ അടുത്തിരിക്കുകയും ചെയ്തു. നിരഞ്ജനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആലോചനയിലാണ്ടു. ഭർത്താവാണെന്ന് അംഗീകരിക്കാൻ അവൾക്ക് നല്ല മടിയുണ്ട്. പക്ഷേ എന്നെ വേറെ പെണ്ണിന്റെ കൂടെ കണ്ടപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ദൈവമേ. ഈ 3 എണ്ണം ഇനി എന്താണാവോ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഈ സമയം ദുർഗയുടെ കണ്ണുകൾ അവിടെ ആരെയോ തിരയുകയായിരുന്നു. അവൾ അവിടെ ഒരു പാർട്ടിക്ക് വന്നതല്ല എന്ന് നിരഞ്ജന് മനസ്സിലായിരുന്നു. റെസ്റ്റോറൻറ്റിലെ ദുർഗയുടെ പ്രകടനം അവൻ മറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ വരവ് വെറുതെയാണെന്ന് കരുതാൻ അവന് കഴിയില്ലായിരുന്നു. അവനും അവർക്കൊപ്പം ആ ടേബിളിലിരുന്നു. എന്നാൽ അവർ 3 പേരും അവനെ വല്ലാതെ അവഗണിച്ചു കളഞ്ഞു. അതവന് മനസ്സിലാവുകയും ചെയ്തു. അവൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനൊരുങ്ങി. ആ സമയത്താണ് തന്റെ 4 ബോഡി ഗാർഡ്സിന്റെ കൂടെ ശരണ്യ സത്യമൂർത്തി ബാറിലേക്ക് വന്നത്. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു മഹാറാണിയെപ്പോലെ ശരണ്യ അകത്തേക്ക് വന്നപ്പോഴേക്കും അവിടെയുള്ള സകല ആണുങ്ങളുടെയും നോട്ടം അവളിലേക്കായി. അവൾ വന്നതിന് ശേഷമുള്ള അവിടുത്തെ തിക്കും തിരക്കും നിരഞ്ജൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശരണ്യ മാർഷൽ ആർട്സിൽ കഴിവ് തെളിയിച്ചവളാണെന്ന് നിരഞ്ജൻ കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ പിന്നാലെ നടന്ന പലരും പിന്നീട് കട്ടപ്പനയിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ടെന്നും ഒരു റൂമറുണ്ട്. പക്ഷെ നിരഞ്ജൻ അവളെ ആ സമയവും നിരീക്ഷിക്കുകയായിരുന്നു. അവൾ നേരിട്ട് ആ ബാറിൽ വരാൻ മാത്രം എന്തായിരിക്കും ആവശ്യമെന്നാണ് നിരഞ്ജൻ ചിന്തിച്ചത്. ഒപ്പം ദുർഗയും കൂട്ടരും ശരണ്യയ്ക്ക് വേണ്ടിയാണോ ബാറിലേക്ക് വന്നത് എന്നൊരു സംശയവും അവനുണ്ടായി. ശരണ്യയെ തന്നെ ഉറ്റുനോക്കുന്ന ദുർഗയെയും കൂട്ടരെയും നിരഞ്ജൻ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ നിഷയും ടീനയും അവനെ നോക്കുകയും ചെയ്തു. അതേ നിമിഷം തന്നെ നിരഞ്ജൻ ചാടി എഴുന്നേറ്റു. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പോവാ. അവർ 3 പേരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതോടെ അവൻ അവിടെ നിന്നും നേരെ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പോഴാണ്
അവിടെ ഒരു വെള്ള കാറിനരികിൽ തന്നെ കാത്തു നിൽക്കുന്ന രവീണയെ അവൻ കണ്ടത്. രവീണയാകട്ടെ അപർണയെ വിളിച്ചപ്പോൾ താൻ അറിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നല്ല ആവേശത്തിലായിരുന്നു. താൻ ഏറെ ആരാധിക്കുന്ന ഗാങ്സ്റ്റേഴ്സിന്റെ കാലൻ എന്നറിയപ്പെടുന്ന ഏജന്റ് ആര്യനെ തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ അവൾ അവനെ കണ്ടതും സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു. രവീണയുടെ കുടുംബത്തെ മുൻപ് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ആര്യൻ രക്ഷിച്ചിരുന്നു. ആ ഒരൊറ്റ കാരണത്താലാണ് രവീണ നിരഞ്ജന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് തന്നെ. ഇന്നത്തെ ദിവസം ഞാൻ ഈ ജന്മം മറക്കില്ല സർ. സാറിനെ നേരിട്ട് കണ്ടതില് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഈ കാറ് രവീണയുടേതാണോ? ആണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തിരുന്ന് സംസാരിക്കാം. രവീണ പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം രണ്ടുപേരും കാറിലേക്ക് കയറിയിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ചില ആളുകളെ നിരീക്ഷിക്കാനായിട്ടാണ് അപർണ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതൊരു മിഷനൊന്നുമല്ല. നിരഞ്ജൻ ആകാംക്ഷയേറി. പക്ഷെ അതൊക്കെ എന്തിനാ? സാറ് പോയതോടെ ആര്യൻസ് 2 ഭാഗങ്ങളായി പിരിഞ്ഞു. ഒന്ന് അപർണയുടെ കീഴില, ഒന്ന് അക്ഷയുടെ. അക്ഷയ് മറ്റുള്ള ഏജൻസിന്റെ കൂട്ടുപിടിച്ച് അപർണയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് എപ്പോഴും അവനെന്തോ ഒരു മിഷന് വേണ്ടി ചില ഏജൻസിനെ കട്ടപ്പനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയാനിടയായി. അതറിയാനാ അപർണ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇവരെല്ലാം തന്നെ വിഷ്ണുപുരം കൊട്ടാരത്തിലെ നിധിക്ക് പറയുകയാണെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞത്. നിധിയോ? അപ്പോ ശരണ്യക്ക് ഈ നിധിയുമായിട്ട് ബന്ധമുണ്ടോ? ഉവ്വ്. ഇപ്പോ ആ ഏജൻസിന്റെ കൂടെ ആ ശരണ്യയും വാച്ച് ചെയ്യേണ്ട അവസ്ഥയായി എനിക്ക്. രവീണ പറഞ്ഞതൊക്കെ കേട്ട് നിരഞ്ജൻ ആകെ ആശയക്കുഴപ്പത്തിലായി. പതിയെ പതിയെ അവന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തുടങ്ങി. സാർ തിരിച്ചു വരണം സർ. സാറിന്റെ കമ്പനിക്കും അപർണയ്ക്കും ഇപ്പൊ സാറിന്റെ ആവശ്യമുണ്ട്. ഏയ്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരാനൊന്നും പറ്റില്ല രവീണ. അതും കട്ടപ്പനയിൽ തൻ്റെ വേരുകൾ ആഴ്ത്താൻ വേണ്ടി അക്ഷയ് ശ്രമിക്കുന്ന സമയത്ത് ഒട്ടും പറ്റില്ല. അവൻ്റെ അടുത്ത് എനിക്ക് പഴയ ചില കണക്കുകൾ തീർക്കാനുണ്ട്. നീ തിരിച്ച് റിയോയിലേക്ക് പോകണം. അപർണയെ ഇങ്ങോട്ടേക്ക് വരാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയും ചെയ്യരുത്. നിരഞ്ജൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായി കാറിന്റെ ഡോർ തുറന്നതും അവൻ എന്തോ അപകടം മണത്തു. അതേ നിമിഷത്തിൽ തന്നെ അവൻ ആ ഡോർ വലിച്ചടച്ച് രവീണയെ തന്റെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് സീറ്റിലേക്ക് ചായച്ചു കിടത്തി. തുറന്നു കിടന്ന ബട്ടണിലൂടെ നിരഞ്ജന്റെ ശ്വാസം അവളുടെ ആ മൃദുലമായ ശരീരത്തിലേക്ക് പതിയുന്നുണ്ടായിരുന്നു. നിരഞ്ജൻ തന്നെ കിസ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് കരുതി പരിഭ്രമിച്ച രവീണയെ നടുക്കിക്കൊണ്ട് ചില്ല് തകർത്ത് ഒരു ബുള്ളറ്റ് സീറ്റിലേക്ക് തറച്ചു കയറി. നിരഞ്ജൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പതിയെ തല ഉയർത്തി. ബുള്ളറ്റ് വന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അല്പം മാറിയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ തോക്കുമായി നിൽക്കുന്ന ഒരാളെ നിരഞ്ജൻ കണ്ടു. രവീണ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇനിയും ഒരു ഷൂട്ടുണ്ടാകുമെന്ന ധാരണയിൽ അവൻ അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി. എന്നിട്ട് കുറച്ചു സമയം കൂടി അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്ത് കിടന്നു. പിന്നെ അനക്കമൊന്നുമില്ല എന്ന് കണ്ട് നിരഞ്ജൻ ആകെ പരിഭ്രമിച്ചു പോയ രവീണയെ നോക്കി. നിന്റെ കയ്യിൽ തോക്കുണ്ടോ? ഉവ്വ്. അവൾ താൻ ധരിച്ചിരുന്ന സ്കേർട്ടിന്റെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും നിരഞ്ജൻ തന്നെ ആ തോക്ക് വലിച്ചെടുത്തു. എന്നാൽ ആ തോക്ക് കണ്ട നിരഞ്ജൻ ഒന്ന് ഞെട്ടി. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ഇത് ആര്യൻസിലെ സ്പെഷ്യൽ ഏജൻസിന് കൊടുക്കുന്ന ഗണ്ണാണല്ലോ. പക്ഷെ ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? യു ആർ നോട്ട് എ സ്പെഷ്യൽ ഏജന്റ്, റൈറ്റ്? അപർണയാണോ നിനക്കത് തന്നത്? രവീണ അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ആ തോക്ക് കയ്യിലെടുത്തപ്പോൾ തന്നെ നിരഞ്ജൻ ഒരു നിമിഷം കൊണ്ട് ഏജന്റ് ആര്യനിലേക്ക് പരകായ പ്രവേശം നടത്തിയിരുന്നു. അവൻ രവീണയോട് ഒരു കാരണവശാലും അനങ്ങരുത് എന്ന നിർദ്ദേശം നൽകി. അതേസമയം തന്നെ അടുത്ത ബുള്ളറ്റ് കാറിന്റെ ചില്ല് തകർത്ത് അവർക്കിടയിലൂടെ കടന്നുപോയി. രവീണ ആകെ ഞെട്ടി. എന്നാൽ തകർന്ന ചില്ലിനിടയിൽ ഗൺ വെച്ച് നിരഞ്ജൻ 3 തവണ വെടിയുതിർത്തപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ട്രിപ്പിൾ ഷോട്ട്. ഞാനിതൊക്കെ കഥകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോ സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യല്ലോ. ട്രിപ്പിൾ ഷോട്ടിനെ കുറിച്ച് അപർണയാണ് ആദ്യമായി രവീണയോട് പറയുന്നത്. ട്രിപ്പിൾ ഷോട്ട് എന്ന് പറയുന്നത് തുടർച്ചയായി 3 തവണ ഫയർ ചെയ്യുന്നതാണ്. ഇതുവഴി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ബുള്ളറ്റുകൾ തോക്കിൽ നിന്ന് പായുന്നത്. ഒരേ ദിശയിൽ തലനാരിട വ്യത്യാസത്തിൽ തുടർച്ചയായി പോകുന്ന ബുള്ളറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഒന്നാമത്തെ ബുള്ളറ്റിന്റെ വേഗം കൂടുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും. നിരഞ്ജന്റെ ബുള്ളറ്റും അങ്ങനെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി. നേരത്തെ കണ്ട കെട്ടിടത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടതോടെ നിരഞ്ജനും രവീണയും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന ആളിന്റെ വലതു കൈയിൽ വെടിയേറ്റത് അവർ വ്യക്തമായി തന്നെ കണ്ടു. ഏറെ നാളുകൾക്ക് ശേഷമാണ് നിരഞ്ജൻ വീണ്ടും ട്രിപ്പിൾ ഷോട്ട് അടിക്കുന്നത്. അന്ന് ആ പെൺകുട്ടി മരിച്ചതും തന്റെ ഈ ട്രിപ്പിൾ ഷോട്ടിലാണെന്ന് നിരഞ്ജൻ ഓർത്തു. ഒരിക്കൽ രവീണയുടെ കുടുംബത്തെ രക്ഷിച്ചതും ഇതേ ട്രിപ്പിൾ ഷോട്ടിലാണ്. നിരഞ്ജൻ ഒന്ന് തല കുടഞ്ഞ് തന്റെ ചിന്തകളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. ഈ തോക്കിച്ചിരി പ്രശ്നമാ. ഇത് മോഡിഫൈ ചെയ്യാൻ ഞാൻ അപർണയെ ഏൽപ്പിച്ചതാണല്ലോ. എന്തായാലും ആ ക്രിമിനൽ രക്ഷപ്പെട്ടു കളഞ്ഞു. ആ കില്ലർ എന്നെ കൊല്ലാനാണോ വന്നത്? അതോ സാറായിരുന്നു അയാളുടെ ലക്ഷ്യം?
നിന്നെ തീർക്കാനാവും വന്ന്. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് വലിയൊരു ചോരക്കളിയെ കൊച്ചേ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണം. നീ ഇവിടെയുള്ള കാര്യം ആരൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ തിരിച്ചുപോയ അപർണയോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയും. ഇനി ചിലപ്പോൾ അയാളെ അയച്ചത് അക്ഷയ് ആവാനും സാധ്യതയില്ലേ? നീയും കൂടെ അവിടെ ഇല്ലെങ്കിൽ അപർണയുടെ കാര്യം ആകെ കുഴപ്പത്തിലാവും രവീണ. അതും പറഞ്ഞ് അവർ തനിക്ക് ചുറ്റും നോക്കി. അപ്പോഴാണ് രവീണയുടെ സ്കേർട്ട് കീറിയത് അവൻ ശ്രദ്ധിച്ചത്. അതെ, ശരിക്കും നല്ലൊരു ഏജന്റ് ആവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇമ്മാതിരി ഉടുപ്പ് വിട്ടുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങരുത്. എന്തുവാ ഇത്? ഒരുമാതിരി ഐറ്റം ഡാൻസിന് പോകുന്ന പോലെ സെക്സി ഷർട്ടും കുട്ടി പാവാടയും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം സർ. പക്ഷേ എനിക്കിപ്പോ കട്ടപ്പനയിൽ നിന്ന് പോകാനാവില്ല. എന്നോട് അപർണ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണേ സാറിനെ കോണ്ടാക്ട് ചെയ്യണമെന്നാ. നിരഞ്ജൻ അമ്പരപ്പോടെയാണ് അവളെ നോക്കിയത്. എന്നെ എന്തിനെ വിളിക്കുന്നത്? ഞാനിപ്പോൾ പഴയ ഏജന്റ് ആര്യനല്ല കുട്ടി. ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഞാനൊരു ചെറിയ ജോലിയുള്ള സാധാരണക്കാരനാണ്. ഒരു നോർമൽ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുണ്ട് എനിക്ക്. സോ ഇനി ആ പഴയ ജീവിതം അതുണ്ടാവില്ല. നിരഞ്ജൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപടി രവീണയോട് പറഞ്ഞു. ഇതുവരെ താൻ ടാസ്ക് ഏറ്റെടുത്ത കാര്യം അപർണയെ അറിയിച്ചിട്ടില്ല. അതുമല്ല, തന്നോട് രവീണയെപ്പറ്റി ഒന്നും പറയാത്തതുകൊണ്ട് അവളോട് നിരഞ്ജന് ചെറിയൊരു ദേഷ്യവുമുണ്ട്. രവീണയുടെ മട്ടും ഭാവവും കണ്ട് അവൾ കട്ടപ്പന വിടാനുള്ള ചാൻസ് കുറവാണെന്ന് നിരഞ്ജന് മനസ്സിലായി. രവീണ പക്ഷേ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. അക്ഷയ് ചിലപ്പോൾ നിങ്ങളെ തേടി കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപർണ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നാൽ സാറിന് എന്തായാലും എന്റെ ആവശ്യം വരും. എനിക്ക് തൻ്റെ എന്താവശ്യം വരാന്? അപർണ എന്നിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടു കാണും. അതുകൊണ്ടാവുമല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. രവീണയോട് കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കുമെന്ന് നിരഞ്ജൻ ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഈ സമയത്ത് ഒരാളുടെ ഉത്തരവാദിത്വം കൂടെ എടുത്ത് തലയിൽ വെക്കാൻ അവൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഉപേക്ഷിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും തന്നിലേക്ക് എത്തുന്നത് പോലെ നിരഞ്ജന് തോന്നി. ഈ സമയം നിരഞ്ജനോട് എന്തോ പറയാൻ വന്ന രവീണ ബാറിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ദുർഗയെ കണ്ടതും സൈലന്റായി. അതേസമയം തന്നെ നിരഞ്ജനും രവീണയും കാറിൽ നിന്നിറങ്ങുന്നത് ദുർഗ കണ്ടിരുന്നു. അവളുടെ നോട്ടം രവീണയുടെ കീറിപ്പോയ പാവാടയിലെത്തി. സാറിന്റെ വൈഫിന് എന്തോ സംശയമായെന്ന് തോന്നുന്നു. രവീണ പറഞ്ഞത് കേട്ട നിരഞ്ജൻ അവളുടെ അടുത്ത് നിന്നും മാറി ദുർഗയുടെ അടുത്തേക്കെത്തി. ഹേ ഡാർലിംഗ്, നിങ്ങൾ വീട്ടിൽ പോവാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു ലിഫ്റ്റ് തരുമോ? ഞാനും അങ്ങോട്ടാ. ദുർഗയ്ക്ക് നല്ല ദേഷ്യം തോന്നി. ഇനി നീ എന്നെ അങ്ങനെ വിളിച്ച നിന്റെ ചെപ്പ ഞാൻ അടിച്ചു തിരിക്കും. നീ ഇപ്പൊ ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നെന്നുള്ള ബോധം വേണം. നിന്റെ ഇമ്മാതിരി കൊനിഷ്ഠ പരിപാടി കാരണം കമ്പനിയുടെ റെപ്യൂട്ടേഷനും വല്ലതും പോയാ അന്ന് നിന്റെ പണി ഞാൻ തെറിപ്പിക്കും. നിങ്ങൾക്ക് രണ്ടിനും ഒരുമിച്ച് ആഘോഷിക്കണമെന്നുണ്ടേ പറഞ്ഞു. ഞാൻ വല്ല ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് തന്നേക്കാം. ആഹാ, കുട്ടിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോ എന്നോട് പ്രണയം തോന്നി തുടങ്ങി അല്ലേ? ദുർഗയൊന്നും മിണ്ടാൻ പോയില്ല. നേരെ ചെന്ന് കാറിലേക്കിരുന്നു. ആ സമയത്താണ് അവളുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങിയത്. ദുർഗ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് നിരഞ്ജൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനൊരുങ്ങി. എന്നാൽ അതേ നിമിഷമാണ് ദുർഗ കാറിന്റെ ഡോർ തുറന്ന് അവനെ അകത്തേക്ക് തള്ളിയത്. നിരഞ്ജൻ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൾ തന്റെ കാർ മുന്നോട്ടെടുത്തു. എല്ലാം കണ്ട് കിളി പാറിയ രവീണ ഒരു നിമിഷത്തെ തന്റെ പകപ്പ് മാറിയതും തന്റെ കാറിൽ അവരെ പിന്തുടരാൻ തുടങ്ങി. കുറച്ചു നേരത്തേക്ക് ദുർഗയൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. നിരഞ്ജനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ദുർഗയെയും നോക്കിയിരിപ്പായിരുന്നു. ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ സ്വരത്തിൽ ഒരു നിരാശയുണ്ടായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. നിരഞ്ജനൊന്ന് ഞെട്ടി. എന്നെയോ? എന്തിന്? നമ്മുടെ അയൽവാസിയില്ലേ പ്രിയ, അവളെ ഓർമ്മയുണ്ടോ? ഉവ്, എങ്ങനെ മറക്കാനാ മുഖം? സംഭവം എന്താ? വായി നോക്കി. എടാ, ആ പെണ്ണ് നിന്നെപ്പറ്റി സ്റ്റീഫനോട് പറഞ്ഞു കൊടുത്തു. അങ്ങേർക്ക് എന്തൊക്കെയോ വലിയ ബിസിനസ്സുകാരുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിലേക്ക് ഈ കക്ഷി നമ്മളെ കൂടി വിളിപ്പിച്ചിട്ടുണ്ട്. ആ കള്ളക്കളവന് നിന്നെ കാണാൻ എന്തിനാണോ ഇത്ര ഇൻട്രസ്റ്റ്? ദുർഗ പറയുന്നത് കേട്ടപ്പോൾ നിരഞ്ജൻ കുറച്ചുനേരം എന്തൊക്കെയോ ചിന്തയിൽ മുഴുകിയിരുന്നു. അല്പസമയത്തിനകം ദുർഗയുടെ കാർ സ്റ്റീഫന്റെ സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിലെത്തി. പുറത്തേക്കിറങ്ങിയപ്പോൾ ദുർഗ പെട്ടെന്ന് ചെന്ന് നിരഞ്ജന്റെ കയ്യിൽ തന്റെ കൈ ചേർത്ത് പിടിച്ചു. അവർക്കിടയിലുള്ള ആ ഒരു ഒത്തുചേരായ്മ മറ്റുള്ളവരെ അറിയിക്കാൻ ദുർഗ ഒരുക്കമായിരുന്നില്ല. തന്റെ പ്രൈവറ്റ് റൂമിൽ പ്രിയയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റീഫന്റെ അടുത്തേക്കാണ് ദുർഗ നിരഞ്ജനെയും കൊണ്ടുപോയത്. അവരെ കണ്ടതും സ്റ്റീഫൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു വന്ന് അവരെ സ്വാഗതം ചെയ്തത് രണ്ടുപേരെയും ഞെട്ടിച്ചു കളഞ്ഞു. ദുർഗ പറഞ്ഞ വലിയ ബിസിനസ്സുകാരൻ ഇയാൾ തന്നെയാണോ എന്നാണ് നിരഞ്ജൻ ചിന്തിച്ചത്. എന്തോ അവരെ കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സ് വല്ലാതെ അലേർട്ടായി. വെൽക്കം എൻ്റെ ഹാർഡ് വർക്കിംഗ് വൈസ് പ്രസിഡന്റ്. തൻ്റെ പേഴ്സണൽ ലൈഫിലും മുന്നോട്ട് കുതിക്കുകയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതി. പക്ഷെ സാറിന്
ഇന്നേതോ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ? ഏയ്, അവര് കുറച്ച് കഴിയുമ്പോൾ എത്തിക്കോളും. സ്റ്റീഫൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. സ്റ്റീഫന്റെ ആ പെരുമാറ്റം ദുർഗയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നിരഞ്ജനോട് അവന്റെ കാര്യങ്ങൾ തിരക്കുന്നതിനിടെയാണ് ജോലിയെപ്പറ്റി ചോദിച്ചത്. അവൻ തന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ അയാളൊന്ന് ഞെട്ടി. എന്നാൽ ആ കാര്യം സ്റ്റീഫനെ അറിയിക്കാൻ താല്പര്യമില്ലാതിരുന്ന ദുർഗയ്ക്ക് ചെറിയ ദേഷ്യം തോന്നാതിരുന്നില്ല. അവളാണ് അയാൾക്കുള്ള മറുപടി നൽകിയത്. ആ കക്ഷി ഇന്ന് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. അത് നന്നായി കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ആവശ്യം തന്നെ പോലെയുള്ള യൂത്തിനെയാണ്. എടോ, നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കേട്ട നിരഞ്ജൻ ആകെ കൺഫ്യൂഷനിലായി. ഇല്ല സർ, ഞാൻ കട്ടപ്പനയ്ക്ക് വന്നിട്ട് ആകെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. സ്റ്റീഫൻ ആലോചിച്ചു നോക്കിയെങ്കിലും അയാൾക്ക് അവനെ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അന്ന് ബാറിൽ വെച്ച് നിരഞ്ജന്റെ പ്രകടനം കണ്ടെങ്കിലും അവന്റെ മുഖം അയാൾ അത്ര ക്ലിയർ ആയി കണ്ടിരുന്നില്ല. സ്റ്റീഫൻ അവർക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തപ്പോൾ ദുർഗയ്ക്ക് അത് നിരസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിരഞ്ജൻ താൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് ആ ഓഫർ സ്നേഹത്തോടെ നിരസിച്ചു. ദുർഗ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അവൻ പറയുന്നത് നുണയാണെന്ന് അവൾക്കറിയാമല്ലോ. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് ശരണ്യ സത്യമൂർത്തി അകത്തേക്ക് വന്നത്. തന്റെ ഇര തനിക്ക് അരികിലേക്ക് തന്നെ എത്തിയത് കണ്ട് നിരഞ്ജന് വളരെയേറെ സന്തോഷം തോന്നിപ്പോയി. ഈ സമയം അകത്തേക്ക് വന്ന അവളുടെ ഗാർഡ്സ് ആ മുറി മുഴുവൻ പരിശോധിക്കുകയും നിരഞ്ജനെയും ദുർഗയെയും കാണുകയും ചെയ്തു. ശരണ്യ പുഞ്ചിരിയോടെ സ്റ്റീഫനെ നോക്കി. അല്ല സ്റ്റീഫൻ സാറേ, സാറിന്റെ സ്പെഷ്യൽ ഫ്രണ്ട്സിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഒരു ചിരിയോടെ സ്റ്റീഫൻ അവരെ രണ്ടുപേരെയും ശരണ്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നിരഞ്ജനെ കണ്ടപ്പോൾ ശരണ്യയ്ക്കും അവനെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നി. അവൻ തുടർന്നും സംസാരിച്ചു. ഈ സമയമൊക്കെയും നിരഞ്ജൻ ശരണ്യയുടെ പെരുമാറ്റം നിരീക്ഷിച്ച് വിലയിരുത്തുകയായിരുന്നു. പെട്ടെന്നാണ് നിരഞ്ജനൊരു ഐഡിയ തോന്നിയത്. പ്രകാശനെയും കൂട്ടരെയും വിളിച്ച് ഇന്ന് രാത്രിയോടെ തന്നെ തന്റെ ടാസ്ക് പൂർത്തിയാക്കണമെന്ന് അവൻ മനസ്സിൽ കരുതി. അവൻ മടിയോടെ മുന്നോട്ട് വന്നു. സർ, ഞാനിപ്പോൾ പോയിക്കോട്ടെ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വർക്ക് തീർക്കാനുണ്ടായിരുന്നു. സ്റ്റീഫൻ ഒരു പുഞ്ചിരിയോടെ നിരഞ്ജനെ തടഞ്ഞു. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നിരഞ്ജൻ. പക്ഷെ ചില ആളുകൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. നിരഞ്ജനെ അയാൾ നൈസായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ അവൻ അങ്ങനെ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താൻ ഒരുക്കമായിരുന്നില്ല. പിന്നെ പതുക്കെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. പക്ഷേ പുറത്തിറങ്ങിയ അവന്റെ കൂടെ തന്നെ ശരണ്യയുടെ 2 ഗാർഡ്സും ഉണ്ടായിരുന്നു. നിരഞ്ജൻ ഒരു പുഞ്ചിരിയോടെ അവരോട് തന്നെ ബാത്റൂമിലേക്കുള്ള വഴി ചോദിച്ചു. അവർ കാണിച്ച വഴിയിലൂടെ തന്നെ നിരഞ്ജൻ മുന്നോട്ട് നടന്നു. ഗാർഡ്സ് പിറകെയും. അകത്തേക്ക് കയറുന്നിടത്തും അവരെ കണ്ടപ്പോൾ അവന് ചെറിയൊരു ദേഷ്യം തോന്നാതിരുന്നില്ല. ഇനി അകത്തേക്ക് വന്ന് എന്നെ മൂത്രമൊഴിപ്പിക്കോ? നിരഞ്ജൻ ചോദിച്ചതിനോട് അവർ പ്രതികരിക്കാൻ പോയില്ല. അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവരും കൂടെ കയറി. ടോയ്ലറ്റിൽ കയറിയ നിരഞ്ജൻ രവീണയെ ഫോൺ ചെയ്തുവെങ്കിലും അവൾ പ്രതികരിച്ചില്ല. അപ്പോൾ തന്നെ അവൻ പ്രകാശന് മെസ്സേജ് അയച്ചു. സാറിന് 100 സാർ. ഇപ്പതേ സാറിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. നിരഞ്ജൻ അപ്പോൾ തന്നെ മറുപടി നൽകി. നോക്ക്, ഞാൻ പറയുന്നത് വേണം നിങ്ങളിനി ഫോളോ ചെയ്യാൻ, മനസ്സിലായോ? പക്ഷേ പ്രകാശൻ നിരഞ്ജനെ തടസ്സപ്പെടുത്തി. സാർ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. നല്ല നാടൻ വാറ്റും കള്ളും എല്ലാം ഇവിടെയുണ്ട്. സാറിന് നമ്മുടെ ഇവിടത്തെ പാർട്ടി അടിച്ചു പൊളിക്കാലോ. വാ സാറേ. നിരഞ്ജന് നല്ല ദേഷ്യം വന്നെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള സമയമല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഞാൻ പ്രസാദം നൽകിയ സ്ഥലത്തേക്ക് എത്തണമെന്ന് മാത്രം മെസ്സേജ് അയച്ചു. പക്ഷെ പ്രകാശന് അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. നിരഞ്ജൻ തങ്ങളെ പഞ്ഞിക്കിട്ട സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായതോടെ പ്രകാശന്റെ എല്ലാ ലഹരിയും അവിടെ ആവിയായിപ്പോയി. കൂടെയുള്ളവരോട് പാർട്ടി മതിയാക്കി പുറപ്പെടാനായി പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു. നിരഞ്ജൻ പുറത്തേക്കിറങ്ങി സ്റ്റീഫന്റെ മുറിയിലേക്ക് തന്നെ ചെന്നു. ഈ സമയമൊക്കെയും എന്തിനാവും അയാൾ നിരഞ്ജനെ ഈ മീറ്റിംഗിൽ ഉൾപ്പെടുത്തിയത് എന്ന ചിന്തയിലായിരുന്നു ദുർഗ. കഴിഞ്ഞ 2 വർഷത്തെ തന്റെ കഷ്ടപ്പാടുകൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ദുർഗ ചെയ്തു തീർത്തത്. എന്നാൽ തന്റെ മിഷൻ തീർക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്റ്റീഫന്റെ സംശയം എന്നെങ്കിലും തന്റെ നേർക്ക് തിരിയുമെന്നൊരു സാധ്യത അവൾ ചിന്തിച്ചിരുന്നതേയുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒരു വലിയ മനുഷ്യൻ അകത്തേക്ക് വന്നത്. അയാളൊരു ബിസിനസ്സുകാരനാണെന്ന് അയാളുടെ ചലനങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അയാളെ കണ്ടതും സ്റ്റീഫൻ തിരക്കിട്ട് തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ അയാളെ കണ്ട നിരഞ്ജന്റെ കണ്ണുകൾ വിടർന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിരഞ്ജന് കുറച്ചു നേരത്തേക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന
ദി മൈനിങ് മാൻ എന്നറിയപ്പെടുന്ന മുകേഷ് യാദവ് ആയിരുന്നു അത്. അയാളെ കണ്ടതും നിരഞ്ജന്റെ നെഞ്ചിടിപ്പ് കൂടി. മൈനിങ് ബിസിനസിന്റെ മറവിൽ ലോകത്തുള്ള സകല കൊള്ളരുതായ്മകളും ചെയ്തു കൂട്ടുന്ന ഒരാളാണ് മുകേഷ് യാദവ്. ഇന്ത്യൻ സർക്കാർ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിനിടയിൽ മുകേഷിനെ വധിക്കാനായി നിരഞ്ജൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ആ സമയത്തുള്ള അയാളുടെ പൊളിറ്റിക്കൽ എൻട്രി കാരണം തന്റെ സീനിയർ എതിർത്തതോടെ നിരഞ്ജന് അയാളെ വിട്ടുകളയേണ്ടി വന്നു. എല്ലാ മിഷന്റെയും സമയത്ത് മാസ്ക് ധരിക്കുന്നതിനാൽ നിരഞ്ജന്റെ ഐഡന്റിറ്റി ഇന്നും ആളുകൾക്ക് അജ്ഞാതമാണ്. ഇതിനിടയിൽ എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്ത് സ്റ്റീഫനും മുകേഷും സോഫയിലേക്ക് ഇരുന്നിരുന്നു. സ്റ്റീഫനാണ് സംസാരം തുടങ്ങി വച്ചത്. എനിക്ക് മുകേഷിന്റെ ഒരു സഹായം ആവശ്യമായിട്ട് വന്നതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. എടോ, ഇടുക്കിയിൽ കേരള തമിഴ്നാട് ബോർഡറിൽ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗത്തായി എനിക്കൊരു മൈനിങ് കമ്പനി തുറക്കണമെന്നുണ്ട്. പക്ഷെ തൻ്റെ സഹായമില്ലാതെ ആ ഭാഗത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുകേഷ് എന്നെ ഒന്ന് സഹായിക്കണം. സത്യത്തിൽ മൈനിങ് കമ്പനിയുടെ മറവിൽ തൻ്റെ അനധികൃതമായ ബിസിനസ് വളർത്തിയെടുക്കുക എന്നതായിരുന്നു സ്റ്റീഫന്റെ ഉദ്ദേശം. തൻ്റെ കൈവശമുള്ള ആ നിധി ആ വഴി എങ്ങനെയെങ്കിലും ബോർഡർ കടത്തി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അയാളുടെ യഥാർത്ഥ ആവശ്യം. ഇടയ്ക്കിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് സ്റ്റീഫൻ തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ അത്ര പെട്ടെന്നൊന്നും അയാളുടെ മേലേക്ക് എത്തുകയുമില്ല. എന്നാൽ മുകേഷിന് തനിക്കൊരു എതിരാളി വരുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അല്ല, ഈ കാര്യത്തിൽ എനിക്ക് എങ്ങനെ തന്നെ സഹായിക്കാൻ പറ്റും? അതൊരു സെൻസിറ്റീവ് ഏരിയ. തൻ്റെ പ്രപ്പോസലിനോട് അയാൾ എതിർത്ത് സംസാരിച്ചത് സ്റ്റീഫനിൽ ചെറിയൊരു നീരസമുണ്ടാക്കിയിരുന്നു. അയാൾക്ക് എതിർത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഓഫർ മുന്നോട്ട് വെക്കണമെന്ന് സ്റ്റീഫൻ ചിന്തിച്ചു. മുകേഷ് ഇവിടുത്തെ നിധിശേഖരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അത് കേട്ടതും മുകേഷിന്റെ കണ്ണുകൾ വിടർന്നു. ഉവ്, പക്ഷേ അതിപ്പോൾ തൻ്റെ കയ്യിലാണെന്ന് ഞാൻ കേട്ടിരുന്നു. പലരുടെയും കണ്ണ് അതിൻ്റെ മേലുള്ളതുകൊണ്ട് തന്നെ താനൊന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. മുകേഷ് പറഞ്ഞത് കേട്ടതും സ്റ്റീഫൻ ഒന്ന് ഞെട്ടി. മുകേഷിന്റെയോ സ്റ്റീഫന്റെയോ സഹായമില്ലാതെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ നിധി ഇന്ത്യൻ ബോർഡർ കടത്തിക്കൊണ്ടുപോകാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്റ്റീഫന്റെ കയ്യിൽ നിന്ന് ആ നിധി കൈവിട്ടു പോകാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷെ സ്റ്റീഫൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു. ചുമ്മാ ഓരോ ഗോസിപ്പല്ലേ മുകേഷ്. അത് കേട്ട് സത്യമാണെന്ന് തന്നെ പോലെയുള്ളവരൊക്കെ വിശ്വസിക്കാവോ? താൻ എനിക്ക് കൈ തരുവാണെങ്കിൽ ആ നിധി കയ്യിലുള്ളവനെ പറ്റി ഞാൻ പറയാം. സ്റ്റീഫൻ പറഞ്ഞത് കേട്ട മുകേഷ് ഒന്ന് ഇരുത്തി ചിന്തിച്ചു. തൻ്റെ ലാഭം മുന്നിൽ കാണുന്നതിനൊപ്പം തന്നെ നാളെ ഒരിക്കൽ സ്റ്റീഫൻ തന്നേക്കാൾ വലിയ ശക്തനാവുമോ എന്നൊരു ഭയവും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്ന നിരഞ്ജനും ദുർഗയ്ക്കും സ്റ്റീഫൻ മനഃപൂർവ്വമാണ് നിധിയെക്കുറിച്ച് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മുകേഷ് പ്രതികരിച്ചു. അപ്പൊ പിന്നെ കൈ കൊടുക്കാമെന്ന് തന്നെ തോന്നുന്നു. തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ തുടങ്ങിയേക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ എഗ്രിമെന്റ് ഒപ്പുവെച്ച് അവർ ചിയേഴ്സ് പറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു വെയിറ്റർ ഡൈനിങ് കാർട്ടുമായി അകത്തേക്ക് വന്നു. ഗാർഡ്സും അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മുറിയിലെ ലൈറ്റൊക്കെ അണഞ്ഞത്. ചുറ്റും പരന്ന ഇരുട്ടിൽ അമ്പരന്ന് എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ആ ഇരുട്ടിലും എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിരഞ്ജൻ. ഏകദേശം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓണായി. എല്ലാവരും തങ്ങളുടെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു. എന്നാൽ ശരണ്യയെ ആ സമയം അവിടെ എങ്ങും കണ്ടില്ല എന്നത് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു. അതോടെ അവളുടെ ബോഡി ഗാർഡ്സ് അവൾക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. അപ്പോഴാണ് മുറിയിൽ നിന്നിറങ്ങി വരുന്ന വെയിറ്റർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ അവന്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങിയതും അവൻ പോക്കറ്റിൽ നിന്നൊരു ബോംബെടുത്ത് അവന്മാരുടെ നേർക്ക് വലിച്ചെറിഞ്ഞു. നിരഞ്ജൻ വളരെ പെട്ടെന്ന് തന്നെ ദുർഗയെയും വലിച്ച് സോഫയുടെ പിറകിലേക്ക് മാറി. നിമിഷ നേരം കൊണ്ട് ആ മുറിയിലാകെ പുക നിറഞ്ഞു. ആ പുക മാറിയപ്പോഴേക്കും വെയിറ്റർ സ്ഥലം വിട്ടിരുന്നു. സ്റ്റീഫനും നിരഞ്ജനും ഒഴികെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഭയന്നിരുന്നു. നിരഞ്ജൻ സ്റ്റീഫന്റെ ഭാവങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിലാണ് അയാൾ പെട്ടെന്ന് തന്റെ അഭിനയം മൊത്തം പുറത്തെടുത്തത്. ദുർഗ അപ്പോഴേക്കും മുന്നോട്ട് ചെന്ന് സ്റ്റീഫനോട് പറഞ്ഞു. സർ, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കണം. ഏയ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. തൽക്കാലം ഈ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊക്കെ പോയിക്കോളൂ. എല്ലാവരെയും ഒഴിവാക്കാനായി സ്റ്റീഫൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരിലും ഒരു ഞെട്ടൽ പ്രകടമായി. പുറത്തിറങ്ങിയ നിരഞ്ജനോട് ദുർഗ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. ശരണ്യയുടെ തിരോധാനം സത്യത്തിൽ അവളെ ഞെട്ടിച്ചിരുന്നു. അവളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കിയ നിരഞ്ജൻ പോകാനൊരുങ്ങിയ അവളെ പിടിച്ച് അവിടെ നിർത്തി. ശരണ്യയുടെ കാര്യം ആലോചിച്ച് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെയോ? നിന്റെ ഈ നാക്കുകൊണ്ടുള്ള കസരത്തൊന്ന് നിർത്താവോ? നമ്മുടെ കൺമുന്നിൽ നിന്നാ ഒരാളെ തട്ടിക്കൊണ്ടു പോയേക്കുന്നത്. മാറങ്ങോട്ട്.
ദേഷ്യത്തോടെ അതും പറഞ്ഞ് നിരഞ്ജനെ തള്ളി മാറ്റിക്കൊണ്ട് കാറിൽ കയറി ഡോർ അടയ്ക്കാൻ ഒരുങ്ങിയ അവളെ നിരഞ്ജൻ വീണ്ടും പിടിച്ചു നിർത്തി. നമ്മളെ എന്തിനാ അയാൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ മീറ്റിംഗ് തന്നെ നിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതാണെന്നറിയോ? അവർക്ക് നിന്നെ നല്ല സംശയമുണ്ടായിരുന്നു. നിന്റെ ലൈഫിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വന്നതും എനിക്ക് അവിടെ ജോലി കിട്ടിയതും എല്ലാം കൂടെ അവർക്ക് നല്ല സംശയം വന്നിട്ടുണ്ട്. അതങ്ങനെയല്ലെങ്കിൽ നീ ഒരിക്കലും എന്നെ അവർക്ക് മുന്നിൽ എത്തിക്കില്ലല്ലോ. ഇപ്പോൾ നീ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ ആ സംശയം അവർ അരക്കിട്ട് ഉറപ്പിക്കും. നിരഞ്ജൻ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് തോന്നിയതിനാലാവണം ദുർഗയൊന്ന് സൈലന്റായി. ഇപ്പൊ സംഭവിച്ചതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? തനിക്കെന്ത് തോന്നുന്നു? ആ വെയിറ്ററിനെ എനിക്ക് സംശയം. വെറും 10 സെക്കൻഡ് കൊണ്ട് ശരണ്യെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അതൊരു പ്രൊഫഷണലിന് മാത്രമേ കഴിയൂ. ഇരുട്ടായപ്പോഴാണ് അവളെ കൊണ്ടുപോയതെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ മാർഷൽ ആർട്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ശരണ്യ ആരെങ്കിലും തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിരഞ്ജൻ പറയുന്നത് കേട്ട ദുർഗയുടെ കണ്ണുകൾ വിടർന്നു. അപ്പോ ശരണ്യ സ്വയമേ അവിടെ നിന്ന് പോയെന്നാണോ? അതെ. ലൈറ്റ് വന്നപ്പോൾ അവർ ഡൈനിങ് കാർട്ടിന്റെ താഴെയുള്ള എംപ്റ്റി സ്പേസിൽ കയറി ഒളിച്ചിരുന്നു. ദുർഗ എല്ലാം കേട്ട് തരിച്ചു നിന്നുപോയി. അതായത് ശരണ്യ അവിടെ നിന്ന് കാണാതായാൽ ഞാൻ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇടപെടുമെന്ന് അയാൾ കരുതിയിരിക്കണം. ബിക്കോസ് നിധി ഇരിക്കുന്നത് അവളുടെ കയ്യിലാ. നിധി തേടി ഇറങ്ങുന്നവർ തീർച്ചയായും ശരണ്യയ്ക്ക് പിറകെ ചെന്ന് ഇവന്മാരുടെ ട്രാപ്പിൽ അകപ്പെടും. നിരഞ്ജൻ പറഞ്ഞതെല്ലാം കാര്യമാണ് എന്ന് മനസ്സിലായതോടെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന അവന്റെ ചിത്രത്തിന് മാറ്റം വന്നു തുടങ്ങി. താൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ തന്റെ ഇത്രയും കാലത്തെ പരിശ്രമമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയേനെ. വീട്ടിലേക്ക് പോകണമെന്നും നിരഞ്ജനോട് സംസാരിക്കണമെന്നും അവൾ തീരുമാനിച്ചു. പോകാമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മറ്റാരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ ക്ഷണം നിരസിച്ചു. നിരഞ്ജൻ രവീണയെ കാണാൻ പോവുകയാണെന്നാണ് അവൾ കരുതിയത്. അപ്പോൾ തന്നെ അവൾ പിണങ്ങി പോവുകയും ചെയ്തു. ആ സമയത്താണ് നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ മെസ്സേജായി വരുന്നത്. അത് തുറന്ന നിരഞ്ജന്റെ കണ്ണുകളിൽ ഞെട്ടൽ കാണാമായിരുന്നു. അതിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലുള്ള രവീണയുടെ ഫോട്ടോ ആയിരുന്നു.